E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യു ആർ വെൽക്കം ടു കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കാര്യങ്ങൾ നേരെ പറഞ്ഞാൽ, കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കാണില്ല. എന്നാൽ കുറച്ച് സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും, അത് യഥാർത്ഥ സുഹൃത്തുക്കളാകും. ആ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഫ്ലവേഴ്സ് 1 കോടി ആരംഭിക്കുന്നു. അറിവിന്റെ ഈ മഹാവേദിയിൽ എനിക്കൊപ്പം കൊമ്പ് കോർക്കാൻ, എന്നോട് പോരടിക്കാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം പകരാൻ ആരാണ് എത്തിയിരിക്കുന്നത്? കണ്ണൂരിലെ ആലക്കോട് നിന്ന് കാർത്തിക എസ് വരുന്നു. ഹായ് കാർത്തിക. കാർത്തിക കണ്ണൂരിൽ ആലക്കോടാണ്. അതെ സർ. അല്ലേ? അതെ. അവിടെ ആരുടെ സ്ഥലമാണ്? അച്ഛന്റെ സ്ഥലമാണോ അമ്മയുടെ സ്ഥലമാണോ? അച്ഛന്റെ സ്ഥലമാണ്. അമ്മയുടെ സ്ഥലം ഇപ്പോൾ എവിടെയാണ്? അമ്മയുടെ സ്ഥലം ഏരിയം. ഇപ്പോ ചെന്നൈ IIT-ലാണോ പഠിക്കുന്നത്? അതെ സർ. അവിടെ എന്തിനു പഠിക്കുന്നു? MA ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഫൈനൽ ഇയർ ആണ്. ഫൈനൽ ഇയർ ആണ്. ഇപ്പൊ ഏത് കോഴ്സ് പാസ്സായിട്ട് അങ്ങോട്ട് പോയത്? +2 കഴിഞ്ഞ പാടെ ഇന്റഗ്രേറ്റഡ് MA കോഴ്സ് ആണ്. ഓക്കെ, 5 കൊല്ലം പഠിക്കണം അല്ലേ? സാധാരണ പോലെ തന്നെ ഡിഗ്രിക്ക് 3 കൊല്ലം, PGക്ക് 2 കൊല്ലം, അങ്ങനെ 5 കൊല്ലവും പൂർത്തിയാക്കി വേണം വരാൻ അല്ലേ ചെന്നൈ IIT? അതെ സർ. ഇപ്പോ നല്ല സ്ഥാപനമാണ്. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓൺലൈൻ ആണ് ക്ലാസ്. ഓൺലൈൻ ആണ്. അപ്പൊ അങ്ങോട്ട് പോയിട്ടില്ല? ഞാനിപ്പോ പോയിട്ട് കൊറോണ വന്നേ പിന്നെ പോയിട്ടില്ല. എന്തിനാണ് ഫ്ലവേഴ്സ് 1 കോടിയിൽ മത്സരിക്കുന്നത്? ഫ്ലോറിൽ വരാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ആണ്. എന്താ ഇതിനെ കുറിച്ച് കേട്ടത്? അപവാദം? അതൊന്നും കേട്ടില്ല. കേട്ടില്ല. ഓക്കെ. ഈ വലിയൊരു വേദി കയറി വന്നപ്പം ടെൻഷൻ തോന്നുന്നോ? ചെറുതായിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്താലോ? ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ? നോക്കാം. കുട്ടേട്ടാ, ഹാർട്ട് ബീറ്റ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്രയുണ്ട്. 118 വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് വിടണ്ട, പിടിച്ച് താഴ്ത്തുക. റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ മത്സരിക്കുന്നു. അപ്പൊ ചോദ്യങ്ങളൊക്കെ ഞാൻ അത്ര കടുപ്പിക്കുന്നില്ല. സന്തോഷം. ചിലപ്പോ ഉത്തരം ചിലപ്പം കുറച്ച് കട്ടിയായെങ്കിലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ആരൊക്കെയാ ഇന്ന് കൂടെ വന്നിരിക്കുന്നത്? കാർത്തികയുടെ അച്ഛനും അമ്മയും അനിയത്തിയാണോ വന്നിരിക്കുന്നത്? ഉണ്ടോ? നിങ്ങൾ കുടുംബമായിട്ട് ഇങ്ങ് പോകുന്നു? എല്ലാരും കൂടെ. നന്നായി. അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ. അമ്മയുടെ പേര് ശ്യാമള. മകള് 1 കോടിയിൽ പങ്കെടുക്കാൻ പോവാ. അമ്മയുടെ പ്രതീക്ഷ എന്താണ്? 1 കോടി അടിച്ചു മാറ്റുമെന്നാണോ? 1 കോടി വരെ എത്തുമെന്ന് അല്ല, പ്രതീക്ഷയ്ക്ക് നമ്മളെന്തിനാ കുറയ്ക്കുന്നത് അല്ലേ? മോളുടെ പേരെന്താ? എന്റെ പേര് ദേവിക. ദേവിക 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളല്ലേ? ഓക്കെ. ദേവിക ഇങ്ങോട്ട് ഒന്ന് മത്സരിച്ചാലോ ചേച്ചിയുടെ കൂടെ? എന്താ ദേവികയുടെ ഒരു പ്രതീക്ഷ എന്താ? അറിയില്ല, ചേച്ചി നല്ലോണം പെർഫോം ചെയ്യുന്നതാണ് വിചാരിക്കും. ആണല്ലേ? കാർത്തിക ഇന്നലെ ഉറങ്ങിയോ? അതോ രാത്രി കിടന്ന് ജനറൽ നോളജ് ഒക്കെ വായിച്ചു പഠിക്കായിരുന്നു? അച്ഛൻ എന്ത് ചെയ്യുന്നു? ഞാൻ സ്കൂളിലെ HM-ആണ്. NSS LP സ്കൂൾ ആലക്കോട്. പേരെന്താ? സുരേഷ് കുമാർ. അപ്പൊ വളരെ സന്തോഷം. മത്സരത്തിൽ നിങ്ങൾക്കും ചില റോളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ മോളെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ വെള്ളം കുടിക്കണോ പാല് കുടിക്കണോ? ഞാൻ പാല് കുടിക്കാറില്ല. പാല് കുടിക്കാല്ല, അപ്പൊ വെള്ളം മതി. അപ്പൊ ഒരു കാര്യം, കുഞ്ഞിരാമനെയൊക്കെ കേട്ടിട്ടുണ്ടോ? കുഞ്ഞിരാമൻ ഇവിടുത്തെ ഒരാളാണ്, കുട്ടേട്ടന്റെ കൂടെ ഉള്ള കക്ഷിയാണ്. അപ്പൊ ആൾക്കാർക്ക് അത്യാവശ്യം ഒരു ആതിഥേയന്റെ കുപ്പായത്തിൽ കയറി പാലും വെള്ളവും കൊടുക്കുന്ന ആളാണ്. അപ്പൊ നമുക്കിന്ന് വെള്ളം കുടിക്കാം. കൊച്ചിൻ കോർപ്പറേഷന്റെ ശുദ്ധമായ വെള്ളം. ഓക്കെ അല്ലേ? ഓക്കെ. കുഞ്ഞിരാമ കുടിക്കുക, കുടിച്ച് ആരോഗ്യവും ഊർജ്ജം ഉണ്ടാക്കുക.
അപ്പൊ കുഞ്ഞിരാമ പോയി വിശ്രമിക്കൂ. കാർത്തിക, നമുക്കപ്പോ അത്യാവശ്യം ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം. 1 കോടിക്ക് നേരിട്ട് 10 ചോദ്യം കൂടെ കളിക്കുന്നു, അതോ 20 ചോദ്യം കൂടെ പതുക്കെ കളിക്കുന്നു? പതുക്കെ. അങ്ങനെ ഒരു പതുക്കെ പോകുന്ന ആളാണോ? അത്യാവശ്യം പതുക്കെ പോകുന്ന ആളാണ്. ആണ്. ഓക്കെ, അതെന്താ അത്? പൊതുവേ കുറച്ച് മടിയുള്ള സ്വഭാവമാണ്. അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത്. ഏതിലൊക്കെയാ മടി? എല്ലാത്തിലും മടിയാണ്. ഉറങ്ങിയാൽ ഉണരാൻ മടി, അതെ അതെ. ഉണർന്നാൽ ഉറങ്ങാൻ മടി. രണ്ടാമത്തെ ഇല്ല, ആദ്യത്തെ ഉണ്ട്. നന്നായിട്ട് ഉറങ്ങുമോ? നന്നായിട്ട് ഉറങ്ങും. ഒരുവിധം ഉറങ്ങി എത്ര മണിക്കൂറൊക്കെ ഉറങ്ങും? എത്ര വേണമെങ്കിലും ഉറങ്ങും. അച്ഛൻ അധ്യാപകനാ, മറന്നു പോരുത്. അത് കുഴപ്പമില്ല. അച്ഛന് ചൂരൽ കഷായം ഒന്നും തരാറില്ലേ? ഇല്ല. അതിലൊന്നും അച്ഛൻ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല. അടച്ചു വേവിക്കാത്ത കഷവും അടിച്ചു വളർത്താത്ത പിള്ളേർ ശരിയാവത്തില്ല എന്നൊരു പഴമൊഴി ഉണ്ടല്ലോ. എന്താ അങ്ങയുടെ അഭിപ്രായം ആ കാര്യത്തിൽ? ഇവർക്ക് അടി കൊടുക്കാറില്ല. ഇല്ല, കുട്ടികൾക്കിട്ട് അടി കൊടുക്കും. അതെ, സ്വന്തം കുട്ടികളെ അടിക്കത്തില്ലെന്നാണ് പറഞ്ഞതിന്റെ സാരം. കാർത്തിക ഈ ഫ്ലോറിലേക്ക് കയറി വന്ന ആ നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം കാർത്തിക എന്താ ആലോചിച്ചത്? എന്തെങ്കിലും ആലോചിച്ചല്ലോ? ഇല്ല, ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഒന്നും ആലോചിക്കാൻ പറ്റിയില്ല. അതെന്താ, കുട്ടേട്ടനെ കാഴ്ച കണ്ടോണ്ടാണോ? ഞാൻ ഇങ്ങോട്ട് നോക്കി അങ്ങ് വന്നുപോയി. കുട്ടേട്ടനെ കണ്ടിട്ട് കുട്ടേട്ടാ കണ്ടോടനെ ബ്ലാങ്ക് ആയി പോയി. ആ കുട്ടി മിടുമിടുക്കിയാണ്. ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മയിൽ വന്നോളും. താങ്ക് യു. തീർച്ചയായിട്ടും ഉടൻ തന്നെ എല്ലാ ഓർമ്മകളും തിരിച്ചു വരട്ടെ. നന്നായി പെർഫോം ചെയ്യൂ. താങ്ക് യു. അപ്പൊ നമുക്കൊരു കാര്യം, കുട്ടേട്ടന്റെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? ഓക്കെ സർ. ഇനിയിപ്പോ എന്നാ ചെന്നൈക്ക് പോകുന്നത്? ഇനി ഉടനെ തന്നെ പോവാം. ഇപ്പൊ തിരിച്ചു വിളിക്കുന്നുണ്ട് ഫൈനൽ ഇയേഴ്സിനെ. അപ്പം ഞാൻ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചു. ഓടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളൊക്കെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വരും, വലിയ തിരക്കാവും. അതെ, അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോവാം അല്ലേ? അപ്പൊ കാർത്തിക, നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിയാലോ? 10,000 രൂപയുടെ ചോദ്യമാണ്. ഇങ്കർ മോണിറ്റർ. കാർത്തിക, ഞാൻ ആദ്യം ഒരു ദൃശ്യം കാണിച്ചു തരാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. പ്ലീസ് പ്ലേ. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാൽ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഏതാണ് ഈ ചിത്രം? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ കിഴക്കൻ പത്രോസ്, ഓപ്ഷൻ ബി കോട്ടയം കുഞ്ഞച്ചൻ, ഓപ്ഷൻ സി ആവനാഴി, ഓപ്ഷൻ ഡി സാഗരം സാക്ഷി, ഓപ്ഷൻ ഇ 1921. സർ, ഓപ്ഷൻ ബി കോട്ടയം കുഞ്ഞച്ചൻ. ഈ പടം കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഒരുപാട് തവണ കണ്ടോ? ഒരു പടം ഏകദേശം എത്ര തവണ കാണും? അങ്ങനൊന്നുമില്ല, ടി വി വരുമ്പോ എപ്പോഴും കാണും. നന്നായിരിക്കട്ടെ, സിനിമ രക്ഷപ്പെടത്തെ. അതെ. അപ്പോ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി എന്നാണ്. കോട്ടയം കുഞ്ഞച്ചനിലെ ചിത്രമാണ് ഇതെന്നാണ്. തീർച്ചയായിട്ടും ഉത്തരം ശരിയാണ്. താങ്ക് യു സർ. അപ്പൊ 10,000 രൂപ കീശയിലായി. ആലക്കോട്ടേക്ക് 10,000 രൂപ നീങ്ങിക്കഴിഞ്ഞു. ഇനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഈ IIT പോയി ചേരാൻ കാര്യം എന്തായിരുന്നു? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു IIT പഠിക്കണം എന്നുള്ളത്. ഈ കോഴ്സ് ഞാൻ ശരിക്കും +1 +2 ഹ്യൂമാനിറ്റീസാ പഠിച്ചത്. ഹ്യൂമാനിറ്റീസിൽ ഇതുപോലെ ഒരു അവസരം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. IIT മദ്രാസിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. അപ്പോൾ ഇതിന്റെ എൻട്രൻസിന് വേണ്ടി പഠിച്ച് ഇത് എഴുതി കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ നിങ്ങളൊക്കെ ഈ അച്ഛൻ ഹെഡ് മാസ്റ്റർ സ്കൂളിലാണോ പഠിച്ചത്? അതെ അതെ. അപ്പൊ നിങ്ങള് അവിടെ അപ്പൊ VIP ആയിരിക്കുമല്ലോ. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പൊ പരിഗണനകളൊക്കെ കിട്ടുമോ നിങ്ങൾക്ക്? പരിഗണനയുണ്ട്, റെസ്പോൺസിബിലിറ്റിയും കൂടുമായിരുന്നു. ശരിക്കും നമ്മൾ നല്ല കുട്ടിയായിരിക്കണം എന്നുള്ളൊരിതുണ്ടല്ലോ. സാറിന്റെ മോള് നമ്മൾ നല്ല കുട്ടിയായിരിക്കണം, നമ്മളെല്ലാരും വാച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എങ്ങനെയാ? സ്വന്തം കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചൊരു വാത്സല്യം ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഈ പെൺകുട്ടികളെ സാധാരണ അടിക്കേണ്ട വരാറില്ല, ആൺകുട്ടികളാണ് വില്ലന്മാരെ. മിക്സഡ് സ്കൂളാണോ? മിക്സഡ്. അപ്പൊ അവിടെ കാർത്തിക അറിയപ്പെട്ടിരുന്ന എങ്ങനെ? പോപ്പുലാരിറ്റി അവിടെ എങ്ങനെയായിരുന്നു? പഠിപ്പിസ്റ്റായിരുന്നോ? ഒരുപാട് പഠിക്കുന്ന? അത്യാവശ്യം പഠിക്കുമായിരുന്നു. പിന്നെ അച്ഛനെ ഉണ്ണിസാർ എന്നാണ് വിളിക്കുന്നത്. ഉണ്ണിസാറിന്റെ മോൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉണ്ണിസാർ എന്ന് പറയാൻ കാര്യം? അച്ഛനെ വീട്ടിൽ ഉണ്ണീന്നായിരുന്നു വിളിക്കുന്നത്. ഉണ്ണിസാറിന്റെ മോളാണ്. അതെ. എടാ ഉണ്ണിസാറിന്റെ മോള് വരുന്നു അങ്ങനെയായിരുന്നു. അപ്പൊ ചെന്നൈ IIT എത്തിയപ്പോഴും അവിടെ ഉണ്ണിസാർ ഇല്ലല്ലോ. ഇല്ല. അവിടെ എത്തിയപ്പം മനസ്സിലായി ഇത് അത്ര സുഖമില്ല. തമിഴൊക്കെ പഠിച്ചോ? കുറച്ച്. അത് മലയാളം പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, തമിഴ്. അതിനിടെ കാർത്തിക് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ നടയിൽ കണ്ടല്ലോ, അവിടെ എന്തായിരുന്നു പരിപാടി? ഞാൻ +2 കഴിഞ്ഞ് എഴുതിയപ്പോ എനിക്ക് എൻട്രൻസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി. അവിടെ ഒരു കുറച്ച് നാള് പഠിച്ചപ്പോ എനിക്ക് അവിടെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്ക് അവിടെ ഒത്തുപോകാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ വന്ന് IIT എൻട്രൻസിന് പഠിക്കാൻ തുടങ്ങി. ഡ്രോപ്പ് ചെയ്തു. നല്ല കരുത്തുണ്ടായിരുന്നു അല്ലേ?
കാര്യം ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളത് ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് വന്ന് വേറൊരു കോഴ്സിന് എൻട്രൻസ് എക്സാം വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ചെയ്യുന്നതല്ല. അല്ല അന്ന് അങ്ങനെ തോന്നി, അതുകൊണ്ട് അമ്മ എങ്ങനെയാ സപ്പോർട്ട് ചെയ്തു ഈ തീരുമാനത്തെ? സപ്പോർട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാഭ്യാസം വേണ്ടാന്ന് തോന്നാൻ കാരണം? എനിക്കെന്തോ ആദ്യമേ അത്ര ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തലമാറിയുന്നതിന്റെ പ്രശ്നമാണോ? അല്ലല്ല, അങ്ങനെ കണ്ണൂരുകാരി തിരുവനന്തപുരത്ത് എത്തിയതിന്റെ കുഴപ്പമാണോ? അയ്യോ അങ്ങനെയൊന്നും ഇല്ല. ഇല്ല. ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്തോ ആർക്കായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിക്കാൻ താല്പര്യം, അല്ലെ എത്താൻ താല്പര്യം? അത് അച്ഛനായിരുന്നു. അച്ഛനും യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എങ്ങനെയും ഒരു 3 വർഷം അവിടെ പിടിച്ചു നിർത്താൻ നോക്കി. ആ, പക്ഷെ 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു രക്ഷയില്ലാന്ന്. അപ്പൊ ഞാൻ ഉണ്ണിസാറിന്റെ മോള് മടങ്ങാന്ന് പറഞ്ഞു. മടങ്ങാന്ന് പറഞ്ഞു. ഞാൻ പിന്നെയും കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തു, പരമാവധി നിൽക്കാനൊക്കെ പറഞ്ഞു. ഞാനങ്ങ് പോന്നു. ഇങ്ങും പോന്നു, അത്രേ ഉള്ളൂ. അച്ഛനോട് പറഞ്ഞോ? അച്ഛനോട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അച്ഛൻ എന്നെ കൂട്ടാൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ സാധനമൊക്കെ കൊണ്ട് വീട്ടിലോട്ട് പോയി. അച്ഛൻ ചോദിച്ചോ എന്താ നീ മടങ്ങി വന്നതെന്ന്? ഇല്ല, ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അച്ഛനറിയാം ഓൾറെഡി. അപ്പൊ അതിനൊരു പ്രത്യക്ഷമായ ഒരു കാരണം പറയാനുണ്ടോ? ഇല്ല സാർ, കുറെ ഇങ്ങനെ നമുക്കൊരു മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അത് തന്നെ. എന്ത് കാര്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് വിജയകരമായി പിന്മാറുക എന്നുള്ളതാണ് നമ്മുടെ നയം. അതെ, തീർച്ചയായും സാർ. അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ല. ഇനി അപ്പൊ നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ ചോദ്യം ഇതാണ്: 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ എ സുനിൽ ഗവാസ്കർ, ഓപ്ഷൻ ബി റിക്കി പോണ്ടിംഗ്, ഓപ്ഷൻ സി ബ്രയൻ ലാറ, ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ഡി വിവിയൻ റിച്ചാർഡ്സ്. 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ നേടിയിട്ടുള്ള ക്രിക്കറ്റ് താരം. സർ ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ. ഉറപ്പാണോ? ഈ മാച്ച് ഞാൻ കണ്ടതാണ്. ഈ മാച്ച് ഞാൻ കണ്ടതാണ് ബംഗ്ലാദേശിനെതിരെ. 100 മാച്ചും കണ്ടോ? അപ്പൊ എത്ര? 100ാമത്തെ സെഞ്ചുറിയുടെ മാച്ച് മാത്രം കണ്ടു. അപ്പൊ എന്തായിരുന്നു സച്ചിന്റെ ഒരു? പുള്ളി ഭയങ്കര കൂളായിരുന്നു, പക്ഷെ പതിയായിരുന്നു ബാറ്റിംഗ്. അതെനിക്കിപ്പോ ഓർമ്മയുണ്ട്. ക്രിക്കറ്റ് താല്പര്യമാണോ? ഇല്ല സർ, സച്ചിനോടുള്ള താല്പര്യത്തില്. പിന്നെ ഏതാ കുട്ടിയും കൂലും കളിയാണോ താല്പര്യം? എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഞാൻ ഫുട്ബോള് കളിയിൽ താല്പര്യമുണ്ടോ? അത്രക്കില്ല. വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോ മാത്രം കാണുന്ന ഒരു പ്രത്യേകതരം ആരാധിക. സീസൺ അല്ല അല്ലേ? അതെ, ചില സീസണിൽ കാണും. അപ്പൊ പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ശരിയാണ്. കാർത്തിക 20,000 രൂപ കയ്യിലായിരിക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ 100 സെഞ്ചുറി തികച്ചതുകൊണ്ട് കണ്ണൂരിലെ ആലക്കോടുകാരി അല്ലേ? അതെ, ആലക്കോടുകാരിക്ക് 20,000 രൂപ കിട്ടി. എന്താ കഥ അല്ലേ? കാർത്തികയും ചെന്നൈ IIT കുരങ്ങുമായുള്ള ബന്ധം എന്താണ്? കുരങ്ങ് എന്നെ കാണുമ്പോ ഒരു പ്രത്യേക സ്നേഹമാണ്. ഹോസ്റ്റൽ മുറിയിലേക്ക് കുരങ്ങ് കയറി വരാറുണ്ടോ? ഓ തീർച്ചയായും. നമ്മള് വാതിൽ തുറന്നിട്ടാൽ കുരങ്ങ് വന്നിരിക്കും. ചെന്നൈ IIT നിറച്ച് കുരങ്ങന്മാരാണോ? ഒരു നാഷണൽ പാർക്കിന്റെ ഏരിയയിലാണ് IIT. അപ്പോ ശരിക്കും എന്റെ പേര് മദ്രാസ് IIT എന്നാണ് അല്ലേ? അതെ. ഇപ്പോഴും അതിന്റെ പേര് മാറിയിട്ടില്ല. ചെന്നൈ ആയതിനു ശേഷം മദ്രാസ് IIT. കുരങ്ങിന്റെ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള എത്ര തവണ? 2-3 തവണയുണ്ട്. അതിൽ ഒരു തവണ കുരങ്ങനെ നന്നായിട്ട് പേടിപ്പിച്ചു. ഞാനിങ്ങനെ നടന്നു പോകുന്ന പകലോ? പകല് തന്നെ. കുരങ്ങനെ അങ്ങനെ ടൈം ഒന്നും ഇല്ല. അപ്പൊ നടന്നു പോകുന്ന വഴിക്ക് എന്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്. അപ്പൊ നമ്മളോട് ആദ്യമേ പറയും നിങ്ങൾ ഒരിക്കലും കഴിക്കുന്ന സാധനം ഒന്നും കൈ പിടിച്ചോണ്ട് നടക്കരുത്, കാരണം കുരങ്ങ് വന്ന് തട്ടിപ്പറിച്ചോണ്ട്. അപ്പൊ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് വയലന്റ് ആവും, അത് സൂക്ഷിച്ച് നടക്കണം എന്ന് പറയും. ഞാനൊരു ബാഗിന്റെ സൈഡിൽ കൂടെ പക്ഷെ കാണായിരുന്നു വാട്ടർ ബോട്ടിൽ ഒരു വലിയൊരു കുരങ്ങ് ഇരിപ്പുണ്ട്. ഞാൻ ഇതിനെ കണ്ടു. എനിക്കൊരു അഹങ്കാരം ഉണ്ടല്ലോ, എന്റെ കയ്യില് ബാഗ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ബാഗ് പിടിച്ച് നടന്ന് പോകുമ്പോ ഈ കുരങ്ങ് ഈ വാട്ടർ ബോട്ടിൽ കണ്ടു. ഇത് എന്റെ നേരെ ചാടി വന്നു. ഇതിനെ കണ്ടപ്പോ തന്നെ എനിക്ക് പകുതി ഞാനങ്ങ് അവിടെ അനങ്ങാൻ പറ്റാൻ നിന്നുപോയി. ഇത് അടുത്തെത്തുന്നായപ്പോ ഞാൻ ഈ വാട്ടർ ബോട്ടിലോ അടങ്ങിയ ബാഗ് അങ്ങ് എറിഞ്ഞു കൊടുത്തു. വെറുതെ ഒരു ആവശ്യമില്ലാതെ ഇതങ്ങ് പോകാൻ വേണ്ടി ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചപ്പോഴേക്കും കുരങ്ങിന് ദേഷ്യം വന്നു. ഇത് എന്റെ കാലിലോട്ട് പിടിക്കാൻ വന്നു. ഇല്ല, ഭാഗ്യത്തിന് ഡ്രസ്സിന്റെ അറ്റത്തെ പിടിച്ചുള്ളൂ. അപ്പം ഇത് മാന്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണമല്ലോ. ഞാൻ ആകെ പേടിച്ചതായി. ഇതിന് ദേഷ്യം കാലേ വാരി അടിക്കാനാണോ? കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുരങ്ങിന് മടുത്തപ്പോ കുരങ്ങ് തന്നെത്താനെ പോയി. ഉറക്കത്തിൽ കുരങ്ങിനെയാണോ സ്വപ്നം കാണുന്നത് ഇപ്പോ? ഇല്ല, അതോടെ അത് നിർത്തി. ഞാൻ വളരെ അച്ചടക്കത്തോടെ. ഓൺലൈനായി കുരങ്ങ് ഓൺലൈനിൽ കയറി വരത്തില്ലല്ലോ. ഇല്ല, അത് ഇല്ല. ഓക്കെ, ഇനിയിപ്പോ ചെല്ലുമ്പോ സൂക്ഷിക്കണം അല്ലെ വീണ്ടും? അതെ. അപ്പൊ ഈ മദ്രാസ് IIT ഇങ്ങനെ ഒരു കുരങ്ങാക്രമണം ഉണ്ടെന്നുള്ളതും ഇപ്പോഴാണ് ആൾ അറിയുന്നത്. അപ്പൊ 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഓക്കെ അല്ലേ താങ്കൾ? അതെ സർ. റിലാക്സ്ഡ് അല്ലേ? അതെ. വെച്ചടി കയറുക. കാര്യം കുട്ടേട്ടന്റെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. മിടുക്കിയായ കുട്ടിയാണ് അല്ലെ, എല്ലാം പെട്ടെന്ന് ഓർമ്മ വരും. ഓർമ്മ എങ്ങനെയാ? ഓർമ്മയൊക്കെ കുറവാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നു. ആവശ്യമുള്ളതൊന്നും ഓർക്കത്തുമില്ല. അങ്ങനെ പ്രത്യേക സ്വഭാവമാണ്. ഈ അടുത്തിടയ്ക്ക് നല്ല കാര്യം മറന്നുപോയത് എന്താണ്? നല്ല കാര്യം അതിപ്പോ എനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല അല്ലെ? മോശപ്പെട്ട കാര്യം എല്ലാം ഓർമ്മയുണ്ട് താനും. ഒന്നും വിടരുതേ. ഒരു കാര്യം, 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ
അങ്ങാടിപ്പയ്യ് ഡാഷ് നിൽക്കില്ല, എവിടെയാണ് നിൽക്കാത്തത്? ഓപ്ഷൻ എ ബസ് സ്റ്റാൻഡിൽ, ഓപ്ഷൻ ബി നടു റോഡിൽ, ഓപ്ഷൻ സി ഓലയിൽ, ഓപ്ഷൻ ഡി വൈക്കോലിൽ, ഓപ്ഷൻ ഇ ആലയിൽ. അങ്ങാടിപ്പയ്യ് ഡാഷിൽ നിൽക്കില്ല, എവിടെയാണ് നിൽക്കാത്തത്? പഴഞ്ചൊല്ലാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. ആണ് ഈ പഴഞ്ചൊല്ല് ആദ്യം കേൾക്കും. ഓരോന്നും എടുത്ത് പ്ലേസ് ചെയ്ത് നോക്കുക പെട്ടെന്ന്. അങ്ങാടിപ്പയ്യ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, അങ്ങാടിപ്പയ്യ് നട റോഡിൽ നിൽക്കില്ല, ഓലയിൽ നിൽക്കില്ല, ആലയിൽ നിൽക്കില്ല. ഓലയിലാണോ ആലയിലാണോ നിൽക്കാത്തത്? ഉണ്ണിസാർ ഇവിടെ ഇരിപ്പുണ്ട്, പിടിവള്ളി വേണേ നോക്കാം. അവർക്കൊക്കെ അറിയായിരിക്കും ഈ പഴഞ്ചൊല്ലെന്നാണ്. അല്ല, നമുക്കൊന്ന് ചോദിച്ചു നോക്കാമല്ലോ. ഒരു പിടിവള്ളി അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുട്ടേട്ടനെ വേണേ ഉപയോഗിക്കാം. കുട്ടേട്ടന് 2 പിടിവള്ളി ഉണ്ട്. എന്നാ കുട്ടേട്ടനോട് ചോദിക്കാം, ഓലയിലാണോ? കുട്ടേട്ടനോട് ചോദിച്ചോളൂ. കുട്ടേട്ട ഹെൽപ്പ്. തീർച്ചയായിട്ടും കാർത്തിക, 2 ഓപ്ഷൻസിൽ 1 ശരി ഉത്തരമാണ്. എ ബസ് സ്റ്റാൻഡിൽ, ഇ ആലയിൽ. അപ്പോ ആലയിൽ നിൽക്കില്ല. ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റത്തില്ലയോ? വണ്ടി വന്നിടിക്കുവോ? അങ്ങാടിപ്പയ്യല്ലേ, അപ്പൊ പിന്നെ ബസ് സ്റ്റാൻഡില് നിക്കണ്ട, ആലയിൽ. അങ്ങാടി പയ്യ മഴയൊക്കെ പെയ്യുമ്പോ എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണ്ടേ? അപ്പൊ എന്തായാലും നമുക്ക് കൂട്ടാമല്ലോ. ആലയിൽ കൂട്ടാം അല്ലേ? സാർ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ട്, സംശയം വരുന്നു. കാരണം സംശയങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് എന്റെ ജോലി. സംശയത്തിന്റെ പുകപടലങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കുക. ഓക്കെ, റെഡി. അങ്ങാടി പയ്യ ആലയിൽ നിൽക്കില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ലാണ് ശരി. ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആലക്കോടേക്ക് പിന്നെയും പണത്തിന്റെ വണ്ടി യാത്രയാകുന്നു. സന്തോഷം. അപ്പൊ കാർത്തിക, ജീവിതം എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് പോകുന്നു. കാർത്തികയുടെ മെമ്മറിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങളെല്ലാം ഓർത്തിരിക്കും, ഗുണമെല്ലാം മറന്നുപോവുകയും ചെയ്യും. മറ്റുള്ളവരുടെ കുറ്റമല്ല, ഞാനുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. അവര് മറന്നാലും ഞാൻ ചിലപ്പോ ഓർത്തിരിക്കും. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, ഒരു സ്വഭാവമായി പോയി. ഇതിന് വിമുക്തി നേടാൻ ശ്രമിക്കാറുണ്ടോ? ഞാനിങ്ങനെ ഓർമ്മ വരുമ്പോ വിചാരിക്കും, അത് മറക്ക് എന്ന് വിചാരിക്കും. കാർത്തിക എങ്ങനെയാ സ്വഭാവം? എങ്ങനെയാ? ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും വല്ലാതെ ടെൻഷൻ അടിക്കുന്ന ആളാണോ, അതോ പ്രശ്നങ്ങളെയൊക്കെ വളരെ ഗൗരവത്തോടെ, ശക്തിയോടെ, കരുത്തോടെ നേരിടുന്ന ഒരു വീരശൂര പരാക്രമിയാണോ? എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ടെൻഷനുള്ള അനിയത്തി കുട്ടിയാ? അവള് ഫുൾ കൂളാണ്, ടെൻഷനും ഇല്ല, ഫുൾ കൂളാണ്. അത് എന്തുവാടേ അതിന്റെ രഹസ്യം? ഫുൾ കൂളായത് എങ്ങനെയാടേ? അത് ഇതിൽ ആരുടെ സ്വഭാവമാണ് ഇത് കൂളാവുന്നത്? എന്റെ അല്ല, ഉണ്ണിസാറിന്റെ അല്ലല്ലേ? ഉണ്ണിസാർ ടെൻഷന്റെ ആളാണോ? ടെൻഷൻ അല്ല, കുറച്ചൊരു. അമ്മയോ? അത്യാവശ്യം കൂളായിട്ടിരിക്കും. അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആവുകയും ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോ ആരാണ് കാർത്തിയുടെ റോൾ മോഡൽ? റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ളത് ഹരികിഷോർ IAS ആണ്. താങ്കളുടെ ലക്ഷ്യം IAS ആണ്. IAS ആണ്. അതിനുവേണ്ടിയാണോ ഈ മദ്രാസ് IIT പോയത്? അതിന് വേണ്ടിന്നല്ല, പക്ഷെ അതാണ് ആഗ്രഹം. അതിന് പ്രിപ്പറേഷൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല സാർ, കോഴ്സ് കഴിഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് ഇറങ്ങാനാണ്. ഈയിടെ തൃശ്ശൂരിലെ കെ മീരയ്ക്ക് 6 റാങ്ക്. അതെ സാർ. അതൊക്കെ അറിഞ്ഞു? അതൊക്കെ ആവശ്യം കൊണ്ടോ? തീർച്ചയായും. ഹരികിഷോർ IAS എവിടെങ്കിലും വെച്ച് പരിചയപ്പെട്ടോ? ഇല്ല സാർ, ഞാൻ പുള്ളിയുടെ ബുക്ക് വായിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അതായത് ഒരിക്കൽ നേരിട്ട് കാണണം. എന്തായാലും താങ്കളൊരു സിവിൽ സർവീസ് ആസ്പിറന്റ് ആയിട്ട് നടക്കല്ലേ? ഓക്കെ, എന്തിനാണ് സിവിൽ സർവീസ് എഴുതുന്നത്? എനിക്ക് തോന്നുന്നത് പൊതുവെ സിവിൽ സർവീസ് എഴുതാൻ പോകുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നത്, ഞങ്ങള് ജില്ലാ കളക്ടറുടെ കൊടിവെച്ച കാറിലൊന്ന് കയറി ഒന്ന് കറങ്ങണം, ഒരു ജില്ല മൊത്തം സ്വന്തമാക്കാൻ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അതൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു 10th കഴിഞ്ഞപ്പോ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. അങ്ങനെയായി. താങ്കളിൽ ഒരു IAS കാരിയെ ഞാൻ കാണുന്നുണ്ട്. സാറിന്റെ നാവ് പൊന്നാവട്ടെ. പൊന്നാവും. കാര്യം ഞാൻ ആ പരീക്ഷ എഴുതി തോറ്റാളാ. കാര്യം തോറ്റാക്കുള്ളതിന്റെ അത്രയും ബുദ്ധിമുട്ട് ജയിച്ചാക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെയാണ് അതിന്റെ രഹസ്യം. നല്ല ടിപ്സ് എപ്പോഴും തോറ്റ ആൾക്കാരിൽ നിന്നാണ്, അവരിൽ നിന്നാണ് പഠിക്കേണ്ടത്. എന്തുകൊണ്ട് തോറ്റു? അതെ സാർ. ഒരുപാട് രഹസ്യമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും ഒരു IAS കാരി ആകട്ടെ, അന്ന് 24 ഒരു ചെറിയ അഭിമുഖമൊക്കെ നമ്മൾ നടത്തും. ആദ്യത്തെ അഭിമുഖം ഞാനിപ്പോ കെ മീരയെ ഇന്റർവ്യൂ ചെയ്തു. അപ്പോ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എത്രയോ ചെറിയ പ്രായം കുറഞ്ഞ കുട്ടിയാണ്. ഞാൻ എത്രയോ തലമുറയിലുള്ള IAS കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ IAS ആവുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. മോണിറ്റർ പ്ലീസ്. സിദ്ധിർഭവതി കർമ്മജ ഏത് IIT-യുടെ ആദർശവാക്യമാണ്? ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ ബി രൂപനഗർ, ഓപ്ഷൻ സി ഗോരഖ്പൂർ, ഓപ്ഷൻ ഡി ജോധ്പൂർ, ഓപ്ഷൻ ഇ ജയ്പൂർ. സിദ്ധിർഭവതി കർമ്മജ. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു മദ്രാസ് തന്നെയാണോ എന്ന്. പക്ഷെ ഇത് ഇംഗ്ലീഷിലാണെന്ന് തോന്നുന്നു കേട്ടിട്ടുള്ളത്. ഇംഗ്ലീഷിൽ എന്താ കേട്ടിട്ടുള്ളതിന്റെ? സിദ്ധിർഭവതി കർമ്മജ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സംശയം ഏതാ IIT-യാ? മദ്രാസ് ആണ് എനിക്ക് ഇതിനകത്ത്. അപ്പൊ ഉറപ്പിക്കട്ടോ? ഉറപ്പിക്കാം സാർ. പൂട്ടട്ടോ? പൂട്ടട്ടോ?
അയ്യോ അങ്ങനെ പിന്നെയും ചോദിക്കുമ്പോ എനിക്ക് അല്ല ഒരു ഉറപ്പിച്ച് പറഞ്ഞാലല്ലേ എനിക്ക് പൂട്ടാൻ പറ്റൂ. സിദ്ധർ ഭവതി കർമ്മജ IIT മദ്രാസ്. പൂട്ടോ? ഞാൻ പൂട്ടി. ദൈവമേ, ഇനിയിപ്പോ എങ്ങനെ അവിടെ ഇറങ്ങും? അതെ, തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ വല്ല ഹെലികോപ്റ്ററോട്ട് പോയി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പിള്ളേരുടെ ഇടയിലൂടെ പോയി അവിടെ ഇറങ്ങാൻ മാസ്ക് ഉണ്ടല്ലോ. മാസ്ക് ഉണ്ടെങ്കിലും അറിയുമല്ലോ. ഈ സിദ്ധർ ഭവതി കർമ്മജ എന്ന വാക്യം, ആദർശവാക്യം മദ്രാസ് IIT ആണെന്ന് മദ്രാസ് IIT ഒരു വിദ്യാർത്ഥിനി പറയുന്ന ഈ ഷോയിൽ ആദ്യമാണ്. ആദ്യത്തെ ചോദ്യമാണല്ലോ. അപ്പോ കാർത്തിക, എന്തോ ഐ എം വെരി സോറി. ശരിയല്ലേ? താങ്കൾ പറഞ്ഞത് ശരിയാ. ഞാൻ തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചല്ലോ എന്ന് ഓർത്ത് ഐ എം വെരി സോറി എന്ന് പറഞ്ഞു. എന്തായാലും മദ്രാസ് IIT എംബ്ലം ഒന്ന് പോയി കാണണം. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട്. ആ എംബ്ലം ഒന്ന് മനസ്സിലോർത്തേ. മദ്രാസ് IIT പക്ഷെ ഒന്ന് വായിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പോ ഒന്ന് വായിച്ചു നോക്കണം. കാര്യം 40,000 രൂപ അടിച്ചെടുത്ത കേസാ അത്. അതെ സർ, മറന്നു പോകരുത്. ഓക്കെ. അപ്പൊ കാർത്തിക ഒന്ന് പേടിച്ചോ? ചെറുതായിട്ട്. നന്നായി. ഹൃദയത്തിന് ഇടിപ്പ് കൂടിയില്ലല്ലോ? ചെറുതായിട്ട് കൂടി. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അത് കേറുന്ന എവിടെ വരെ കയറും നോക്കണല്ലോ. അപ്പൊ ഇനി നമുക്ക് 500,000 രൂപയുടെ ചോദ്യമാണ്. 50,000 രൂപയുടെ ചോദ്യം. ഇത് പ്രതീക്ഷിച്ചോ? എവിടെ വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? 1 കോടി വരെ പ്രതീക്ഷിച്ചോ? പ്രതീക്ഷ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സാർ. ഈ മദ്രാസ് IIT പഠിക്കുന്ന പല കുട്ടികളും പ്രളയകാലത്ത് ബുദ്ധിമുട്ടായി പോയി. അവിടെ വെള്ളം കയറിയല്ലോ. അപ്പൊ കാർത്തിക അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അവിടെ ഫ്ലഡ് ഉണ്ടായപ്പോ ഞാൻ വീട്ടിലായിരുന്നു. നാട്ടിൽ ഫ്ലഡ് ഉണ്ടായപ്പോ ഞാൻ അവിടെ ആയിരുന്നു. വലിയ മിടിക്കാണല്ലോ. അപ്പൊ കറക്റ്റ് സമയം നോക്കിയാണ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ? ഈ ബുദ്ധി ആരുടെയാ? IIT ആണ്. IIT ബുദ്ധിയല്ലേ? അപ്പൊ നമുക്ക് 500,000 ചോദ്യത്തിലേക്ക് കടന്നാലോ? ഇനി കിടക്കാം സാർ. കാർത്തികയ്ക്ക് ജീവിതത്തിലെ ഒരു ചെറിയ ലെവൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു. കുട്ടേട്ടന്റെ അനുഗ്രഹം. കുട്ടേട്ട ലെവൽ 2. പേടിച്ചോ? ചെറുതായിട്ട്. 6ാമത്തെ ലെവലിലാണ് നമ്മുടെ 1 കോടിയുടെ മത്സരം നടക്കുന്നത്. അപ്പൊ ഇതിപ്പം 2ാമത്തെ ലെവലിലായി. അപ്പൊ നമ്മൾ 500,000 ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിട്ട ഒരു ചെറിയ കണക്കാണ്. കണക്കത്തിയാണോ? ഒട്ടുമല്ല. അച്ഛൻ കണക്ക് സാറല്ലേ? അതെ. അല്ലേ? ഉണ്ണിസാർ പഠിപ്പിച്ച കണക്കൊന്നും ഓർമ്മയില്ലേ? ഞാൻ കണക്കിൽ കുറച്ച് വീക്കാണ്. അമ്മയോ? അമ്മയും കുറച്ച് വീക്കാണ്. കിട്ടുന്ന കാശൊക്കെ സംഭരിച്ചു വെക്കാൻ അമ്മ പിടിക്കുകയാണോ കണക്ക് വെച്ച്? അതാണ്. പക്ഷെ ഇങ്ങനെ ഈ കണക്കിൽ നന്നായിട്ട് പൈസ ചെലവാക്കുന്ന ആരാ? അത് അമ്മയാണ്. അച്ഛൻ കൊണ്ടുവരും, അമ്മ ചെലവാക്കും. അമ്മയാണ് വീട്ടിലെ ധനകാര്യം. ജഗതി പറഞ്ഞല്ലോ, നല്ല ബെസ്റ്റ് ഫാമിലി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 30നെ അര കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്നാണ് എന്റെ കണക്ക്. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 15, ഓപ്ഷൻ ഇ 7.5. 7.5. എനിക്കൊരു പേനയും പേപ്പറൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ തന്നെ ഇതെല്ലാം കണ്ടും കേട്ടും ഉണ്ണിസാറ് തൊട്ട് പിന്നിലിരിക്കുന്നുണ്ട്. 30നെ ഗുണിക്കുമ്പോ അച്ഛൻ കണക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛാ, ഇത് ആപത്തിലാവുന്ന കേസാണല്ലോ. 15. 15 അല്ലേ? പൂട്ടോ? ഞാൻ പൂട്ടോ? ഞാൻ പൂട്ടി. 30നെ അര കൊണ്ട് ഗുണിച്ചാൽ 15 കിട്ടും. അപ്പൊ അര കൊണ്ട് ഹരിച്ചാലോ? അയ്യോ, തെറ്റിപ്പോയോ? അല്ല, ഞാൻ ചോദിക്കാം. സാർ ഇങ്ങനെ പ്രയാസമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത് അല്ലേ? മദ്രാസ് IIT ഹ്യൂമാനിറ്റീസ് ആണല്ലേ? ഉണ്ണി സാറേ, ഇത് ഓക്കെ ആയിരിക്കുമോ? 15 എന്നാണ് ഉത്തരം പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ മദ്രാസ് IIT മടങ്ങിപ്പോകും എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ എങ്ങനെ ട്രെയിനിലല്ലേ പോകുന്നത്? ഇത്തവണ ഫ്ലൈറ്റ് ആക്കിയാലോ? വഴിയിലൊന്നും ആരെയും കാണാതിരിക്കാൻ വേണ്ടി. ഇവിടുന്ന് കുറെ പൈസ എന്തായാലും കിട്ടുമല്ലോ. ഈ ഉത്തരവൊക്കെ അങ്ങ് ശരിയാവൂല്ലേ? അവിടെ എല്ലാവർക്കും അറിയാം ഞാൻ കണക്കിൽ വീക്കാണെന്നുള്ള കാര്യം. ആണോ? അപ്പൊ വീക്ക് അല്ലാത്തൊരു കാര്യം പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചാ ബാക്കി കാര്യങ്ങളൊന്നും അത്ര വീക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എന്താ ചെയ്യാ? ഇതങ്ങ് ശരിയായിപ്പോയി. ഉത്തരം ശരിയാണ്. അപ്പോ 50,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഹരിച്ചാൽ 60 അല്ലേ? ഓക്കെ. അപ്പൊ ഒരുപാട് കണക്ക് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നാണ് ഈ കണ്ണുകൾ എന്നോട് പറയുന്നത്. അതെ സർ, സാർ അത് മനസ്സിലാക്കിയല്ലോ. കാർത്തിക കണ്ണൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന പഠിപ്പിസ്റ്റാണോ? അല്ല സർ, അല്ല. ഒരുപാട് കാണാതെ പഠിക്കുന്ന ആളാണോ? ഇല്ല, കാണാതെ പഠിച്ചാലും മറന്നു. അപ്പൊ മറവി വലിയൊരു അനുഗ്രഹമാണല്ലോ അല്ലേ? പാഠഭാഗങ്ങളല്ലാതെ മറ്റെന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഡാൻസ്, കഥാപ്രസംഗം,
കലാപരിപാടികൾ? ഇല്ല സാർ, ഒന്നുമില്ല. എന്തെങ്കിലും പഠിക്കാൻ പോയോ എപ്പോഴെങ്കിലും? എല്ലാം പഠിക്കാൻ പോയിട്ടുണ്ട്. വയലിൻ പഠിച്ചോ? ഒരു വർഷം പോയി. എന്നിട്ട് എന്തായി? അത് മറന്നുപോയോ? ഇല്ല സാർ, അതൊന്നും ആവുന്നില്ലാത്തോണ്ട് ഞാനും നിർത്തി. ബോസ്, എന്താണ് കുട്ടേട്ടാ? ഈ കുട്ടി നുണ പറയുന്നുണ്ട്. ആ, ഈ കുട്ടി ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ. ഡാൻസ് പഠിക്കാൻ പോയോ? അതൊരു വല്ലാത്ത കഥയാണ്. എന്ത് പറ്റി? അപ്പൊ അത് നാട്ടുകാരോട് അറിയിട്ടാക്കാത്ത വല്ലാത്ത കഥയായത് എങ്ങനെ? ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാൻ ആയിരുന്നു. കട്ട ഫാനാ? കട്ട ഫാനാണ്. അപ്പൊ ആ സമയത്ത് എപ്പോഴും ടിവിയില് മോഹൻലാലിന്റെ സിനിമയിലെ പാട്ടൊക്കെ ഉണ്ടാവും. രാവണപ്രഭുവിലെയും കാക്കക്കുയിലേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ ആ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്യുന്ന കാണാൻ വേണ്ടി. അടിപൊളി. അപ്പൊ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയി. 2 ദിവസം പോയപ്പം അവരിവിടെ പഠിപ്പിക്കുന്ന സംഭവം ഞാൻ പഠിക്കാൻ പോയ ഭരതനാട്യമാണോ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ പോയി? ഞാൻ ടീച്ചറോട് പറഞ്ഞു എനിക്ക് ഇതല്ല പഠിക്കണ്ടേ, എനിക്ക് മോഹൻലാൽ കളിക്കുന്ന ഡാൻസ് ആയിരുന്നു പഠിക്കണ്ടേ. അവര് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞോളാം, ശരി പോയിക്കോളാം പറഞ്ഞു. പിന്നെ ഞാൻ പഠിക്കാൻ പോയില്ല ഡാൻസ്. ഉണ്ണിസാറ് വെറുതെ അല്ല, ഡാൻസ് പഠിക്കാൻ വിട്ടു. ദക്ഷിണ കൊടുത്തതുള്ളൂ, അതോടെ അത് നിർത്തിയല്ലേ? 10 ദിവസം 2 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് പഠിക്കാൻ വിട്ടു. അതും ശ്രമിച്ചു. പാട്ട് പഠിക്കാൻ വിട്ടിട്ട് അത് നിർത്തി. ദക്ഷിണ കൊടുത്തു നിർത്തി. പിന്നെ കീബോർഡ് പഠിക്കാൻ വിട്ടുപോയി. അങ്ങ് ദക്ഷിണയ്ക്കായിട്ട് ശമ്പളത്തിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് മാറ്റി വെക്കേണ്ടി വന്നു. ഇത് കുറച്ചാൾ പോയി, കീബോർഡ് കുറച്ചാൾ പോയി. അതും ഇല്ല ഇപ്പം. കീബോർഡും പഠിച്ചോ? പഠിച്ചു സർ. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ ചോദിച്ചാൽ നോക്കിയൊക്കെ വായിക്കാനേ പഠിച്ചുള്ളൂ. സ്വന്തമായിട്ടൊരു കഴിവില്ലാന്ന് മനസ്സിലായപ്പോ ഞാൻ പതുക്കെ അതെല്ലാം നിർത്തി. അപ്പോ അവസാനം മനസ്സിലായി സിവിൽ സർവീസ് ആണ് നമ്മുടെ വഴിന്ന്, അല്ലേ? അപ്പൊ ആ വഴിയിലേക്ക് തന്നെ ശക്തമായിട്ട് യാത്ര ചെയ്യൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ യാത്രാ ചെലവിനുള്ള കാശ് ഇപ്പൊ ഒപ്പിക്കാം. 60,000 രൂപ ചോദ്യം. ഓക്കെ സർ. ഓക്കെ, മോണിറ്റർ. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ പൂവ്, ഓപ്ഷൻ ബി കായ, ഓപ്ഷൻ സി ഇല, ഓപ്ഷൻ ഡി കാണ്ഡം, ഓപ്ഷൻ ഇ വേര്. സസ്യങ്ങളുടെ അടുക്കള സർ, ഓപ്ഷൻ സി ഇല. എന്തുകൊണ്ട്? അവിടെയാണല്ലോ ഈ പ്രകാശ സംശ്ലേഷണം ഒക്കെ നടക്കുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മയുണ്ട്. ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നതാണോ പറയുന്നത്? കൂട്ടട്ടോ ഞാൻ? കൂട്ടാം. അടുക്കള മാറ്റി കാണുമോ? വാസ്തു എല്ലാം നോക്കി ഞാൻ പൂട്ടി. ഇല്ല സാർ, മാറ്റി കാണില്ല. ഇല്ല, ഉറപ്പാണോ? വാസ്തു ഒക്കെ ഇപ്പൊ വലിയൊരു പ്രശ്നമാണ് ലോകത്ത്. അതെ. ഇത് മാറ്റിയിട്ടുണ്ടാവില്ല, ഉണ്ടാവത്തെ എന്നാണ്. കാർത്തിക, എന്തോ പ്രശ്നമാവോ? ആവോ സാർ? എന്താ ചെയ്യുക? ഈ ഉത്തരവ് ശരിയായല്ലോ. ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ ആലക്കോട്ടേക്ക് നീ. ഈ ആലക്കോട് ഒരു വലിയ സ്ഥലം തന്നെയല്ലേ? എങ്ങനെയാണ് ആലക്കോടിനെ പുറത്തേക്ക് അറിയപ്പെടുന്നതിന്റെ കാര്യം? ആലക്കോടിനെ 2 വ്യക്തികളിലൂടെയാണ് ശരിക്കും അറിയപ്പെടുന്നത്. ഒന്ന് ആലക്കോടിന്റെ ശില്പിയായ PR രാമവർമ്മരാജ, 2 അത്ലറ്റ് ആയിട്ട് MD വത്സമ്മയാണ് രണ്ടാമത്തെ. MD വത്സമ്മ എവിടെയാണ്? ആലക്കോടുകാരിയാണ്. ആലക്കോട് സ്കൂളിൽ പഠിച്ച. ഓക്കെ. ഈ പരീക്ഷ ഹാളിൽ നിന്ന് എന്തോ ഒരു അനുഭവം ഉണ്ടല്ലോ, തിരിഞ്ഞു നോക്കിയാൽ മാർക്ക് കുറയുന്നു, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വടി പോലെ ഇരുന്ന് പരീക്ഷ എഴുതി നമ്മുടെ കുട്ടികളൊക്കെ നടക്കുന്ന പോലെ നടന്നിറങ്ങി പോന്നു, അല്ലേ? പിന്നെ IIT എത്തിയപ്പോ മനസ്സിലായി എങ്ങനെ ഇരുന്നിട്ടും ഒരേപോലെയാണ്. IIT പൊതുവെ എങ്ങനെയാ കാര്യം? ഈ മദ്രാസ് IIT-ലൊക്കെ ഉള്ള കുട്ടികൾ കുറച്ച് ഫോർവേഡ് ലുക്കിംഗ് ആണല്ലോ. സൂപ്പർ ക്യാമ്പസ് അല്ലേ അത്? അതെ സർ. രാജ്ഭവനോട് ചേർന്നൊക്കെയുള്ള ക്യാമ്പസ് അല്ലേ? അപ്പൊ അവിടെ പിള്ളേരൊക്കെ അടിപൊളിയാണോ? അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ എന്റെ മുന്നിൽ സംസാരിക്കുന്ന കാർത്തിക അവിടെ ചെല്ലുമ്പോ രൂപം മാറുമോ? ചെറുതായിട്ട്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല പഠിപ്പിസ്റ്റ് മര്യാദക്കാരി അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ കലാപരിപാടികൾ കോളേജിന് ക്യാമ്പസിനകത്ത്? ക്യാമ്പസിന് ഫുൾ നല്ല രസമാണ്. ഹോസ്റ്റലല്ലേ? ഹോസ്റ്റലാണ്. ക്യാമ്പസിനകത്തെ ഹോസ്റ്റലാണ്? പുറത്തല്ല താമസിക്കുന്നത്? അല്ല, എല്ലാവരും മിക്കവാറും പേരും അകത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഓക്കെ. ഒരുപാട് ഏക്കറുള്ള ഒരു ക്യാമ്പസ് അല്ലേ അത്? അതെ സർ. ഈ അവിടെ ഒരു മലയാളികളൊക്കെ ഉണ്ടോ? ഒരുപാട് മലയാളികളുണ്ട് IIT മദ്രാസ്. അപ്പൊ അവിടെ സംസാരിക്കുന്ന ഭാഷ ഏതാ? ഞങ്ങളൊക്കെ മലയാളത്തിൽ തന്നെയാ പറയാറ്. ആന്നല്ലേ? തമിഴ് പറയേണ്ട ആവശ്യമില്ല. ഇല്ല, ഞങ്ങളുടെ മലയാളം അവിടുത്തെ തമിഴർക്ക് മനസ്സിലാവും. കടക്കാരൊക്കെ ആണെങ്കിലും മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് അല്ലേ? ഇവരുടെ കോളേജിൽ പെൺകുട്ടികളുടെ ഒരു ടീമുണ്ട്, മേലെ പറമ്പിൽ പെൺവീട്. അങ്ങനെയുണ്ടോ? പെൺകുട്ടികളുടെ ടീം എന്നല്ല സർ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പെൺകുട്ടികളാണ് കൂടുതൽ. ബാക്കി IIT-കളിലൊക്കെ പൊതുവെ ആൺകുട്ടികളാണല്ലോ കൂടുതൽ. ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ, ഞങ്ങളുടെ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റിൽ അന്നും ഇന്നും എപ്പോഴും പെൺകുട്ടികളാണ് കൂടുതൽ. മേലാപ്പറമ്പിൽ പെൺവീട് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ കളിയാക്കി പറയുന്നതാണ്. ഇവിടെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇടപഴകുന്ന ഒരു ക്യാമ്പസ് അല്ലേ? അവിടെ ഒരു അങ്ങനെയൊക്കെ ഒരു നല്ല ഫ്രീഡം ഉണ്ടോ? പെൺകുട്ടി എന്നൊരു പരിമിതി കാർത്തിക ക്യാമ്പസിനകത്ത് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്? ഇല്ല സർ, ഒരിക്കലും ഇല്ല. എനിക്ക് തോന്നുന്നത് കൊല്ലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായി, ഓർമ്മയുണ്ടല്ലോ? ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോയിരുന്നു. അവരെ ഫാദറും മദറും ഒക്കെ ഇപ്പോഴും വല്ലാത്തൊരു ദുഃഖത്തിലാണ്. അത് ഈ IIT-യെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ചിത്രം ആ കുട്ടിയുടേതാണ്. നമുക്കത് അത് ചർച്ച ചെയ്യാനുള്ള വിഷയവേദിയല്ലല്ലോ ഇത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വെച്ചടി കയറുന്നു. ഓക്കെ മോണിറ്റർ.
ചോദ്യം ഇതാണ്, ഇതിൽ എന്താണ് ഗോൾഡൻ ഷവർ? ഓപ്ഷൻ എ സ്വർണ്ണഖനി, ഓപ്ഷൻ ബി ഗർഭിണികൾക്കുള്ള ഒരു ആഘോഷം, ഓപ്ഷൻ സി സ്വർണ്ണ ഐര്, ഓപ്ഷൻ ഡി കണിക്കൊന്ന, ഓപ്ഷൻ ഇ സ്വർണ്ണ കള്ളക്കടത്ത്. സർ ഓപ്ഷൻ ഡി കണിക്കൊന്ന. കണിക്കൊന്ന നമ്മുടെ കൊന്ന ഗോൾഡൻ ഷവർ കണിക്കൊന്ന കൂട്ടോ? കൂട്ടാം സർ. സ്വർണ്ണക്കള്ളക്കടത്തിന് വല്ലതും അങ്ങനെ പേരുണ്ടാവൂ? ഏയ് ഷവർ എന്നൊക്കെ പേരിടും. ഗർഭിണികൾക്കുള്ള ആഘോഷം അല്ല, അതല്ല. സ്വർണ്ണ ഐരും അല്ല, സ്വർണ്ണ കനിയല്ല. അപ്പൊ കണിക്കൊന്നയാണെന്നാണ് താങ്കൾ പറയുന്നത്. കൂട്ടി കണ്ണൂരിലേക്ക് എപ്പോഴാ മടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? നാളെ പോകുന്നുള്ളൂ അല്ലേ? അപ്പൊ പതുക്കെ പോയാ മതി. അപ്പൊ ഉത്തരം ശരിയാ, ഉത്തരം ശരിയാ. ഈ ഇവിടെ 1 കോടിയിലെത്തിയ ഒരു മണീഷറുണ്ട് മേളില്, പണത്തിന്റെ പെരുമഴ. അതിൽ നനഞ്ഞ് ആലക്കോട്ടേക്ക് പോകാനാണ് താങ്കളുടെ തലയിലെഴുത്തെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. പിന്നെ അച്ഛനും അല്ലേ? ഓക്കെ, അച്ഛൻ വിചാരിക്കുക കേട്ടോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഓർഡർ റിട്ടയർമെന്റ് എടുക്കാന്ന് അല്ലേ? ഇപ്പോഴും സർവീസിലല്ലേ അച്ഛൻ? ക്യാമ്പസിൽ പോയതിനു ശേഷം ഏറ്റവും അവന് ഓർമ്മയില്ലല്ലോ, ഏറ്റവും മറക്കാനാവാത്ത അനുഭവം എന്തായിരുന്നു? ചീത്ത അനുഭവമാണെങ്കിൽ മറക്കത്തില്ല. റാഗ് ചെയ്തോ അവിടെ? ഇല്ല സർ, റാഗിംഗ് ഇല്ല. മദ്രാസ് IIT പഠിക്കണമെന്ന് തന്നെയായിരുന്നു അതോ വേറെ എവിടെയെങ്കിലും പഠിക്കണം? യൂണിവേഴ്സിറ്റി പോയി തിരിച്ചു പോന്നു, വിജയകരമായിട്ട് പിന്മാറി. എനിക്ക് ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റി പോകാനായിരുന്നു പ്ലാൻ. എന്തായിരുന്നു? ഈ സിവിൽ സർവീസ് ആയിരിക്കും? അതെ സർ, ആ വർഷമാണ് ടീനാദാബിക്ക് IAS കിട്ടുന്നത്. അപ്പൊ ടീനാദാബി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി IAS കിട്ടുന്നു. അപ്പൊ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അന്ന് പത്രമൊക്കെ വായിക്കുമ്പോൾ ഉള്ള ഒരു ഇതിൽ നിന്ന് എനിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അത് നടന്നില്ല. അപ്പോ അത് കഴിഞ്ഞ് തന്നെ തിരുവനന്തപുരത്ത് പോയി. പിന്നെ എൻട്രൻസ് കിട്ടിയില്ല. അപ്പൊ എൻട്രൻസ് കിട്ടാത്തപ്പോ എന്നെ റിജക്ട് ചെയ്തു IIT എന്നൊരു ഇതുണ്ടല്ലോ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് എങ്ങനെയാലും ഇത് കിട്ടിയാൽ മതി, IIT തന്നെ കിട്ടണം എന്നൊരു വാശിയായി. അവസാനം വാശിക്ക് പരിഹാരമായി. അതെ. അപ്പൊ ഇനിയിപ്പോ വേണ്ടി വന്നാൽ ഡൽഹിക്ക് പോകൂ? ഇല്ല സാർ, ഇനി പഠിക്കുന്നത്, ഇനിയിപ്പം UPSCക്കുള്ള പഠിത്തമേ ഉള്ളൂ. അപ്പൊ ഏത് വർഷം എഴുതും ഈ പരീക്ഷ? ഞാൻ 2023 എഴുതാനാണ്. 23 എഴുതാൻ വേണ്ടി ഇപ്പൊ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണോ? ഇല്ല സാർ, പ്ലാൻ ഒന്നുമില്ല. ഇല്ല, കോഴ്സ് കഴിഞ്ഞിട്ട് അത് മതി. അതൊക്കെ സൗകര്യമായിട്ട് പഠിക്കാന്നുള്ളതാ അല്ലേ? ആലക്കോട്ട് വേറെ IAS ആരെങ്കിലും ഉണ്ടോ? ഒരു IPS കാരനുണ്ട്. ആരാത്? അരുൺ പവിത്രൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യത്തെ IAS കാരി ആയിരിക്കും അവിടുന്ന്. ആവട്ടെ. അപ്പൊ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പ്രേക്ഷകരോട് കമ്മിറ്റ് ചെയ്യുന്നു അത്? ചെയ്യത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. കാര്യം സിവിൽ സർവീസ് എഴുതാൻ പോകുമ്പോൾ ഡൽഹി താമസിക്കുന്ന ഒരു കാശൊക്കെ വേണ്ടി. അപ്പൊ 80,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പ്ലീസ്. ചോദ്യം, നാഗാലാൻഡിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ എ കൊഹിമ, ഓപ്ഷൻ ബി ഇംഫാൽ, ഓപ്ഷൻ സി ഷിലോങ്, ഓപ്ഷൻ ഡി ദിസ്പൂർ, ഓപ്ഷൻ ഇ ഐസോൾ. നാഗാലാൻഡിന്റെ തലസ്ഥാനം. നാഗാലാൻഡ് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇംഫാൽ അല്ല, ദിസ്പൂരും അല്ല, ഷില്ലോങ് അല്ല, കൊഹിമ. ആലോചിച്ച് ഉത്തരം പറയും. അയ്യോ സർ, കുട്ടേട്ടനോട് ചോദിക്കും. കുട്ടേട്ടാ, കാർത്തിക, ഞാൻ 2 ഓപ്ഷൻസ് പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ കൊഹിമ, സി ഷിലോങ്. സർ, അപ്പൊ കൊഹിമ. ഉറപ്പാണോ? ഉറപ്പാണ്. കൂട്ടോ? കൂട്ടാം സർ. ഇവിടുന്ന് ഓടിയ മദ്രാസ് IIT വരെ ഓടേണ്ടി വരും. കൂട്ടോ? കൂട്ടാം സർ. നാഗാലാൻഡിൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ അതിന്റെ ഫ്രണ്ടിന്റെ പേര്? ഡൊറോത്തി. ഹായ് ഡൊറോത്തി, ഹൗ ആർ യു? ഡൊറോത്തി, കൊഹിമയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടോ? കൂട്ടിയിരിക്കുന്നു. കൊഹിമ ഉത്തരം ശരിയാണ്. 80,000 രൂപയുടെ ചോദ്യം. അപ്പൊ ഒരു സന്തോഷ വാർത്തയുണ്ട്, കുട്ടേട്ടന് 2 പിടിവള്ളിയും കഴിഞ്ഞു. ഇനി ഒരു പിടിവള്ളി, പിന്നെ എന്റെ ഒരു പിടിവള്ളി ഉണ്ട്. അത് ആരും എടുക്കുന്നില്ല. ഈയിടെയായിട്ട് അതിനൊരു മാർക്കറ്റ് ചെയ്യും. അത് അറിയാമോ? അത് അതായത് മണി ഷെയർ എന്ന് പറയും. നമുക്ക് താല്പര്യമുള്ള 2 ഉത്തരത്തിലേക്ക് ഈ പറയുന്ന നമ്മുടെ കയ്യിൽ എത്ര പൈസയുണ്ടോ ആ പൈസ ഡിവൈഡ് ചെയ്ത് വെക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 80,000 20 അല്ലെങ്കിൽ 90 10 അങ്ങനെ പല ഇതിൽ വെക്കാം. എന്നിട്ട് ഇതിൽ പറയുന്ന വെച്ചിരിക്കുന്ന പൈസയിൽ ഏത് ഉത്തരം ശരിയാണോ അതും എടുത്ത് നമുക്ക് ആലക്കോട്ടേക്ക് പോവാം. അത് അവസാനത്തെ കർമ്മമാണ്. ഇനിയിപ്പം നമ്മൾ 1 ലക്ഷത്തിന്റെ കളിയാണ് കളിക്കാൻ പോകുന്നത്. 1 ലക്ഷം രൂപയിലേക്ക്
ആദ്യമായിട്ടല്ലേ 1 ലക്ഷം രൂപയ്ക്ക് കളിക്കാൻ പോകുന്നത്? 1 ലക്ഷം രൂപയ്ക്ക് ആദ്യമായിട്ടാണ്. അല്ലേ? അതിനു മുമ്പ് കളിച്ചിട്ടുണ്ടോ? ആ സർ. എത്ര വരെ കളിച്ചു? 99 വരെ കളിച്ചു. 99 വരെ കളിച്ചു. എന്നാൽ ആ റെക്കോർഡ് തിരുത്തി എഴുതുന്നു. ആ. മാത്രമല്ല ലെവലും മാറുന്നു. അതെ. കുട്ടേട്ടാ, ലെവൽ 3. കാർത്തിക, സാധാരണഗതിയിൽ കാർത്തിക എനിക്കൊന്ന് വിഷമിപ്പിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ടത്? അതായത് സാധാരണ ഈ നമ്മളെ അടുപ്പമുള്ളവരൊക്കെ ചിലരിപ്പം നമ്മളെ അവഗണിച്ചാൽ പരിഹസിച്ചാലൊക്കെ നമുക്ക് വിഷമമുണ്ടാവും. കാർത്തിക എങ്ങനെയാ ക്യാരക്ടർ? സാർ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ വിഷമിക്കും. ആണോ? എന്റെ അമ്മ, ഞാൻ വിചാരിച്ചു കരുത്തിയായ ഒരു പെൺകുട്ടി ഇനി ഭാവിയിൽ ഏതെങ്കിലും ജില്ല ഭരിക്കാൻ വരുന്ന ആ വരവൊക്കെ ഞാൻ ആലോചിച്ചു കേട്ടോ. ഇതൊക്കെയാണ്, പക്ഷെ വിഷമമൊക്കെ വരാറുണ്ട്, പക്ഷെ അങ്ങനെ ആണല്ലേ? എക്സ്പ്രസ് ചെയ്യാറില്ല. പൊതുവെ എങ്ങനെയാ മൂടി വെക്കുവോ? ആ, മുടി. ഇപ്പൊ ഈ IIT-ലൊക്കെ പോയി എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ആരോടാ പറയുന്നത്? അമ്മയോട് പറയോ? അമ്മയോട് പറയാറുണ്ട്. ആ, അമ്മ എങ്ങനെയാ വലിയ പക്വതയോടെ കേൾക്കൂ ഇതൊക്കെ? അതോ എല്ലാ ദിവസവും അമ്മ ഒരു സമയം എനിക്ക് വേണ്ടി വെച്ചിരിക്കുവാണ്. അമ്മ എല്ലാ ദിവസവും വൈകിട്ട് രാത്രി 10 പരിപാടികൾക്ക് പുറമെ 7:30 മുതൽ 8 വരെ മകളുടെ IIT വിശേഷങ്ങൾ. അതെ. അങ്ങനെയാണോ അമ്മേ? അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യും? എല്ലാം ചർച്ച ചെയ്യോ? ആ ദിവസത്തെ കാര്യങ്ങള് തുടങ്ങുമ്പോ തൊട്ട് രാത്രി വരെ. ഇപ്പൊ കുറെ മാസങ്ങളായി വീട്ടിൽ നിൽക്കുകയല്ലായിരുന്നു? അതെ സർ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ? എല്ലാ ദിവസവും കുറെ സമയം നീക്കി വെക്കേണ്ടി വന്നല്ലോ. ഇപ്പൊ അങ്ങനെ വിശേഷങ്ങൾ അധികം പറയാനില്ലല്ലോ ക്യാമ്പസിലുള്ള പോലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മോണിറ്റർ, പിറവി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ജി അരവിന്ദൻ, ഓപ്ഷൻ ബി ടി വി ചന്ദ്രൻ, ഓപ്ഷൻ സി ഷാജി എൻ കരുൺ, ഓപ്ഷൻ ഡി ഭരതൻ, ഓപ്ഷൻ ഇ ഹരിഹരൻ. സർ, ഓപ്ഷൻ സി ഷാജി എൻ കരുൺ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ കണ്ടിട്ടില്ല സർ. ഇല്ല. പക്ഷെ ഈ സിനിമ ചെയ്തത് ആരാണെന്നറിയോ? ഈ സിനിമ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. കൂട്ടിയോ? കൂട്ടാം സർ. കൂട്ടാം. നമ്മള് കൂട്ടി. എന്താണ് ഈ സിനിമയുടെ പ്രമേയം? ഇതൊന്ന് രാജൻ കൊലക്കേസിനെ പറ്റിയുള്ള. ഡയറക്ടറായിട്ട് അങ്ങനല്ല പറയുന്നത്. എന്നാലും ഈശ്വര വാര്യർ എന്ന പിതാവിന്റെ ദുഃഖമാണ്. ഇതിൽ പ്രേംജി ആയിരുന്നു മുഖ്യവേഷത്തിൽ അഭിനയിച്ചത്. മാത്രമല്ല പ്രേംജിക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ എന്നുള്ള പുരസ്കാരം കിട്ടിയ സിനിമ കൂടിയാണ്. അപ്പൊ പിറവി എന്ന ചിത്രം ഷാജി എൻ കരുൺ സംവിധാനം ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ സർ. ഈ സിനിമ കാണാനും പറ്റിയിട്ടില്ല? ഇല്ല സർ, കണ്ടിട്ടില്ല. ഇല്ല. മറ്റൊരു സംവിധായകനും ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന വിശ്വാസക്കാരിയാണ് കാർത്തിക. കുറച്ച് കടത്ത കൈയായി. അയ്യോ, എന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ആ വെളിച്ചം കണ്ട് ഇത് ശരിയാണെന്ന് പറയാൻ പറ്റും? ഇല്ല സർ, പറ്റില്ല. ഓരോ ഉണ്ട കണ്ണും വെച്ചിട്ട് അല്ലേ വേണ്ടാത്ത ചോദ്യം ചോദിക്കുന്നത്. അപ്പോ ഒരു കാര്യം ചെയ്യാം. ഷാജി എൻ കരുൺ, ഉത്തരം ശരിയാണ്. ഇതെങ്ങനെ അടിച്ചെടുത്തു? അമ്മയൊക്കെ എപ്പോഴും പറയും, എപ്പോഴും സിനിമയുടെ മുന്നിലാണ് ആണ്. എന്ന് പറയും. സിനിമ ഒരുപാട് കാണും അല്ലേ? ഒരു സിനിമ തന്നെ ഒരുപാട് തവണ കാണുന്ന ആ മഹാമനസ്കത ഉണ്ടല്ലോ, അത് ചില്ലറ കാര്യമല്ല. സാധാരണ ഇപ്പൊ നമ്മുടെ കാലത്ത് ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ വരുന്ന വലിയ ഈ സീരിയൽ കില്ലറിന്റെ കഥയൊക്കെ കാണുന്ന കാലമല്ലേ? താങ്കൾക്ക് അങ്ങനെയുള്ള പരമ്പരയാണോ ഇഷ്ടം? അതോ ഈ അമ്മായിമ്മ വരുമ്പോൾ പോലുള്ള ഈ നമ്മുടെ മലയാള ടെലിവിഷനിലൊക്കെ വരുന്ന കുറെ പരമ്പരകളുണ്ടല്ലോ, അതാണോ ഇഷ്ടം? സീരിയൽ പൊതുവെ കാണാറില്ല, എനിക്ക് അത്രയ്ക്ക് ക്ഷമയില്ല. സിനിമയാകുമ്പോ പെട്ടെന്ന് തീരുമല്ലോ. മാത്രമല്ല കാണാതിരുന്നാൽ ചിലപ്പോൾ ഒരു പ്രശ്നം വരും. നമ്മൾ 19 വയസ്സിൽ കണ്ടു തുടങ്ങിയാലേ 26 വയസ്സിൽ തീരത്തില്ലത്. അതുകൊണ്ട് നീണ്ടുപോകുന്നുള്ള ഏത് ടൈപ്പ് ടെലിവിഷൻ പ്രൊഡക്ഷൻ ആണ് താങ്കൾക്ക് ഇഷ്ടം? എല്ലാം കാണും സർ. കാണൂ? അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നമ്മൾ മാറ്റി വെക്കുന്നില്ല. ടിവിയിൽ വരുന്ന എല്ലാ പരിപാടിയും കാണുമായിരുന്നു. കാണും അല്ലെ? അപ്പൊ ഒരു TV അഡിക്റ്റ് ആണ് താങ്കൾ? അത്രയ്ക്കല്ല. അപ്പൊ ഇപ്പൊ 1 ലക്ഷം രൂപ കൈ കിട്ടി. സന്തോഷമായോ? ഒരുപാട്. ഇനി നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2 lakhs, 2 ലക്ഷം. കളി മാറുന്നു. അതെ. ഓക്കെ. മത്സരം മുറുകുന്നു. ടെൻഷൻ കൂടുന്നുണ്ട്. ഇപ്പൊ വേണേ നമുക്ക് കുട്ടേട്ടോട് പറഞ്ഞൊന്നും അളന്നു നോക്കാം. ഹാർട്ട് ബീറ്റ് കുട്ടേട്ട. ഇല്ല, അത്ര ഇല്ല കേട്ടോ. മെഷീൻ എന്തോ സൂചി അടിച്ചു പോകേണ്ടതാ അല്ലേ? അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യം. ആലക്കോട്ടേക്ക് 2 ലക്ഷം രൂപ കിട്ടുമെന്ന് ഇപ്പൊ അറിയാം. ഉണ്ണി സാർ എങ്ങനെയാ പൈസയൊക്കെ കിട്ടിയ സമ്പാദിച്ചു വെക്കുന്ന കൂട്ടത്തിലാണോ? അല്ല, അച്ഛൻ അങ്ങനെ ഒരുപാട് പൈസ സമ്പാദിക്കുന്നതിനോട് താല്പര്യമുള്ള ആളല്ല. പിന്നെ എന്തു അദ്ദേഹത്തിന് താല്പര്യം? ചെലവാക്കേണ്ട സമയത്ത് നല്ലവണ്ണം ചെലവാക്കണം എന്നുള്ള പോളിസിയാണ് അച്ഛൻ്റെത്. ആണ്. അങ്ങനെ ചെലവാക്കുന്നുണ്ടോ കാര്യമായിട്ട്? ചെലവാക്കാറുണ്ട്. ഉണ്ണിസാറിന് അങ്ങനെ ചെലവാക്കാൻ പറ്റാതെ വരുവാണെങ്കിൽ നമ്മുടെ 1-2 കേസുണ്ട്. മാർഗം ഞാൻ പറഞ്ഞുതരാം കേട്ടാ. അപ്പൊ 2 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇൻകർ മോണിറ്റർ.
ഏത് വൻകരയിലാണ് കർപ്പാത്യൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി ഏഷ്യ, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക, ഓപ്ഷൻ ഇ തെക്കേ അമേരിക്ക. കർപ്പാത്യൻ മലനിരകൾ. പിടിവള്ളി വേണം. ഈ മലനിരകളെ കുറിച്ച് എവിടെയാ റെഫറൻസ് ഉള്ളതെന്ന് അറിയാമോ? ഇത് എനിക്ക് തോന്നുന്നു ട്രാക്കുളയിലെ. താങ്കൾ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ട്രാക്കുളയുടെ, ബ്രാം സ്റ്റോക്കറിന്റെ ട്രാക്കുളയിലാണ് ഈ കാർപ്പാത്യൻ മലനിരകളെ കുറിച്ച് പരാമർശിക്കുന്നത്. ട്രാക്കുള കോട്ടയൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ഈ മലനിരകൾ. അത് ടാസാനിയാണ് എന്ന് ആണ് എന്റെ വിശ്വാസം. പക്ഷെ എനിക്ക് ടാൻസാനിയല്ല. അല്ലല്ലേ? അയ്യോ, എന്നാ എനിക്ക് പിടിവള്ളി വേണം. വേണം സർ. പിടിവള്ളി. ആരുടെ പിടിവള്ളി? അതല്ലേ ഉള്ളൂ. രണ്ടെണ്ണം കഴിഞ്ഞു അല്ലേ? അതെ. അപ്പൊ കുടുംബത്തിനോട് ചോദിച്ചോളൂ. ട്രാക്കുള വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അപ്പൊ കാർപ്പാത്യൻ മലനിരകൾ അറിയോ? ഇല്ല അറിയില്ല. അപ്പൊ ട്രാക്കുള വായിച്ചത് ഏത് പ്രായത്തിലായിരിക്കും വായിച്ചത്? ഞാന് 9ാം ക്ലാസ് പഠിക്കും വായിച്ചത്. പിന്നെ വായിച്ചില്ല? ഇല്ല. പിന്നെ ഇല്ല, വായിച്ചില്ല. അന്ന് പേടിച്ചു പോയോ ട്രാക്കുള അന്ന് വായിക്കുമ്പോ? രാത്രി വായിക്കുമ്പോ പേടിയാ. ഓക്കെ. അപ്പൊ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. 2 ലക്ഷത്തിന്റെ ചോദ്യമാണ്. തെറ്റിയ 10,000 രൂപയാകും പെട്ടെന്ന്. പിൻവാങ്ങിയാൽ 1,50,000 രൂപ കൈ കിട്ടും. പിന്നെ വിജയിച്ചാൽ 2 ലക്ഷവും കിട്ടും. കളി തുടരുന്നു. സർ, എന്റെ ഒരു പോളിസി അനുസരിച്ച് നമ്മൾ കിട്ടിയ കാര്യം നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. ഞാൻ വിചാരിക്കുന്നത്, എനിക്കിത് അറിയില്ല ഉത്തരം, ഞാൻ ക്വിറ്റ് ചെയ്യാണ്. തീരുമാനിച്ചു. ഒരു കരുത്തയായ പെൺകുട്ടിയാണ് കൺമുന്നിൽ നിൽക്കുന്നതെന്ന് ഞാൻ ഇതുവരെ കരുതി. എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. എനിക്ക് പൈസ കളയാൻ താല്പര്യമില്ല സർ. അയ്യോ, ഒരു റിസ്ക് എടുക്കണ്ടേ? ഇതൊക്കെ അല്ലേ ഒരു റിസ്ക് എടുക്കാൻ പറ്റുമോ നമുക്ക്? എന്നാലും അച്ഛൻ കണ്ണു കാണിച്ചോ? ഇല്ലല്ലോ. ഇല്ല. 1,00,000 രൂപയെ കിട്ടും. മതി സർ. വെറും കൈയോടെ അല്ലേ വന്നത്? 1,00,000 കൊണ്ടല്ലേ പോകുന്നത്. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട് അല്ലേ? അപ്പൊ പൂട്ടോ. ഇനി ക്വിറ്റ് ചെയ്തു. താങ്കൾ ഇനി ഒരു ഉത്തരം പറയും. യൂറോപ്പ്. അത് ശരി ഉത്തരമായി. റൊമാനിയാണ്, അത് യൂറോപ്പിലാണ്. ഇല്ല. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. കാർത്തിക, നമുക്ക് 1,00,000 രൂപയും കൊണ്ട് ആലക്കോടേക്ക് മടങ്ങാം. നോട്ട് ബാഡ്. ഓക്കെ. മുഖം സംരക്ഷിച്ചു. ഒന്നുമില്ലെങ്കിൽ മദ്രാസ് IITയുടെ മറ്റേ സംഭവം നമ്മൾ പറഞ്ഞു. അവിടെ ഇറങ്ങാൻ പറ്റും, കണക്കും പറഞ്ഞു അല്ലേ? കണക്കൂട്ടലുകൾ പഠിച്ചിട്ടില്ല. കുട്ടേട്ടാ, ലെവൽ 1. മേളോട്ട് പൊങ്ങിയാൽ അത്ര സുഖമില്ല. അതായിട്ട് വന്നപ്പോ അല്ലേ? അത്ര ഒരു സുഖം ഇല്ല. എന്നാലും കാർത്തിക് എന്തോ തോന്നി ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണ്, കുഴപ്പമില്ല എന്നാണ്. ആണ് അല്ലേ? കാർത്തിക, ഈ 1,00,000 മനോഹരമായ ഒരു ഒപ്പം ചാർത്തിയാൽ ഇനിയിപ്പോ അങ്ങോട്ട് നിന്നാൽ നമുക്ക് ഈ ചക്കൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ പിരിയാം. അപ്പൊ മൈജി നൽകുന്ന 1,00,000 രൂപയുടെ സമ്മാനം. എന്നാൽ ഈ മത്സരവേദിയിൽ കാർത്തിക വന്നതിലുള്ള സന്തോഷം, അതാണ് ഏറ്റവും വലുത്. സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. മിസ് കാർത്തിക, യെസ്, ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ വേദിയിൽ മത്സരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കാർത്തിക, പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ കാർത്തികയുടെ അടുത്ത സുഹൃത്ത് ഗൗരി ഉണ്ട്. ഗൗരിയാണ് എന്നോട് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഗൗരി എവിടെയാ? പത്തനംതിട്ടക്കാരി ഗൗരി അല്ലേ? ഗൗരിയാണ് നമ്മളെ 1,00,000 എത്തിച്ചത്. ഇനി ആ നാഗാലാൻഡിലെ ദുരത്തി ഉണ്ടല്ലോ, ദുരത്തിയും കൂടെ എന്റെ അന്വേഷണം പറഞ്ഞേക്കും. ദുരത്തി നാഗാലാൻഡ് ഇരുന്ന് കാണട്ടെ എന്ന് പറഞ്ഞേക്കൂ. അപ്പോ വളരെ സന്തോഷം. ഇനി നമ്മൾ കാണുന്ന എവിടെ വെച്ചാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇടനാഴിൽ ഇന്റർവ്യൂ സമയത്ത് കാണാം. ഓക്കെ. അപ്പോ UPSCയിലേക്കുള്ള വഴി ഇതാണ്. പുതിയ തലമുറ വളരെ ആത്മവിശ്വാസത്തോടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയെ നേരിടാൻ പോകുന്നു എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം UPSCയുടെ സിവിൽ സർവീസസ് പോലെയുള്ള പരീക്ഷകൾ നമുക്ക് വളരെ ഉന്നതമായ രീതിയിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ തെളിയിക്കുന്നു. അതിന്റെ ശ്രേണിയിലാണ് ഇപ്പോൾ കാർത്തികയും. കാർത്തികയെ പോലെ ഒരുപാട് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഈ മത്സര പരീക്ഷ ജയിക്കാനാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ആരാണ് അറിവിന്റെ ഈ അങ്കത്തട്ടിലേക്ക് കടന്നു വരുന്നത്? വരുന്നു പാലയിൽ നിന്ന് ദേവിക.
ദേവിക സാർ പാലയിൽ ജീവിക്കുന്നു. അതെ, എങ്ങനെ ജീവിക്കുന്നു? സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്താണ് ജീവിക്കാനുള്ള ഉപാധി, വഴി എന്താണ്, മാർഗം? ഒരു ചെറിയ കടയുണ്ട്. എന്ത് കട? ഒരു എന്താ പറയണ, അരി ഒഴികെ ബാക്കി എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെയാണോ? ഓക്കെ ഓക്കെ. അരി മാത്രം ഒഴിവാക്കി എന്താണ്? കാരണം നമ്മുടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ പട്ടിണി പാവങ്ങളാണ്. അപ്പോ റേഷൻ കടയിൽ നിന്നുള്ള അരിയൊക്കെയാണ് മേടിച്ച് കഴിയുന്നവരൊക്കെയാണ്. പിന്നെ നമ്മൾ അരി വാങ്ങിച്ചു വെക്കേണ്ട കാര്യമില്ല. ഇല്ല, അവിടെയൊക്കെ കിറ്റ് കിട്ടിയില്ലേ? കിട്ടി. അതിനകത്ത് അരി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അരി മേടിച്ചു വെക്കേണ്ട ആവശ്യം വന്നു. അപ്പൊ അരി ഒഴിച്ച് ബാക്കി എല്ലാ സാധനം കിട്ടുന്ന ഈ കട എവിടെയാണ് നിൽക്കുന്നത്? പാലായില് തെക്കുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ ഓക്കെ. കടയിൽ അത്യാവശ്യം സാധനമൊക്കെ വിറ്റ് പോകുന്നുണ്ടോ? വലിയ വിപുലമായ കടയിലല്ല, ഒരു കോളനിയാണ് വീട്. അപ്പൊ ആ കോളനിക്കകത്ത് 50 വീടുകളുണ്ട്. അതിലൊരു വീടാണ് എന്റെ. അപ്പൊ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു കടയായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ കട വിപുലീകരിച്ചോ? വിപുലീകരിച്ചു, ഒറ്റയ്ക്ക് വിപുലീകരിച്ചു. ആരും കൂട്ടിനില്ലായിരുന്നു. ഒറ്റയ്ക്ക് പൊരുതി നേടി. അതായത് ഈ കട ആരെങ്കിലും വാടകയ്ക്ക് തന്നിരിക്കുകയാണോ അതോ കടയും സ്വന്തമായി ഉണ്ടാക്കിയോ? കട സ്വന്തമാക്കി ഉണ്ടാക്കി. ആദ്യമേ അതൊരു 4 കാറ്റാടിക്കമ്പയില് ഒരു ടാർപോളിനൊക്കെ വലിച്ചു കെട്ടി. എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോ എന്റെ അച്ഛനോട് പറഞ്ഞു. അപ്പോ അതിന് ക്യാഷ് ഫണ്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഹോം നേഴ്സ് ഒക്കെ ആയിട്ട് ജോലിക്ക് പോയി. പിന്നെ ഒരുപാട് വീടുകളിൽ ജോലിക്ക് പോയി. കുറച്ച് പണം ഉണ്ടാക്കി. കട സ്വന്തമായിട്ട് കെട്ടി. എനിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ഒരാഗ്രഹം. കട നിൽക്കുന്നത്? അല്ല, ഷീറ്റ് കേട്ടിട്ട് കമ്പിയൊക്കെ പിടിപ്പിച്ചു. കൂട്ടാനൊക്കെ പറ്റുമോ? പറ്റും. കൂട്ടാനൊക്കെ പറ്റും. ദേവിയുടെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്റെ കസിൻ ചേച്ചിയുണ്ട്, 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരാണ് കൂടെ വന്നത്. നമുക്ക് കൂടുതൽ പുരാണം അറിയുന്നതിന് മുമ്പ് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം ഇരിക്കുന്നത് ഫ്രണ്ടാണ്, സോണറ്റ് എന്നാണ് പേര്. സോണറ്റിന്റെ വീട് എവിടെയാ? എന്റെ വീട് രാമപുരത്താ സാറേ. രാമപുരം. അവിടെ എന്താ ചെയ്യുന്നേ? അവിടെ ഞാൻ എഡിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ ആർട്ടിസ്റ്റ് ആണ്. എന്തിന്റെ എഡിറ്റിംഗ്? ഞാൻ വീഡിയോ എഡിറ്റിംഗ്. ആഹാ. എന്താ ആർട്ടിസ്റ്റ് ആണ് താങ്കൾ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ആരെയൊക്കെയാ താങ്കൾ അനുകരിക്കുന്നത്? പഴയ താരങ്ങളുടെ ശബ്ദമൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കും. എന്തായാലും ഏറ്റവും നന്നായിട്ട് അനുകരിക്കാൻ പറ്റുന്ന ഒരു പഴയ താരം, ആ താരത്തിന്റെ പേര് പറയാം, അത് ഞങ്ങൾ പറയും. അല്ലെ താങ്കൾ ആദ്യമേ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. ഒരു താരം. മോനെ രാഘവ, നീ ആ ഫ്ലവേഴ്സിലെ 1 കോടി എന്ന പരിപാടിക്ക് പോയിട്ട് എന്തായിടാ? ഇനി നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ പോകാം. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഷോയില്ലേ, പോയിട്ട് വരാടാ. പേര് ഞാൻ പറയണോ? ദേവിക പറയൂ. ആരാണിത്? മധു സാർ. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇരുന്നോളൂ. അപ്പൊ താങ്കൾ ചേച്ചിയാണ്? ദേവിയുടെ നേരെ ചേച്ചിയാണ്? സ്വന്തം ചേച്ചിയാണ്? കസിൻ ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയുടെ പേര്? ശാന്തകുമാരി. എന്താ ചെയ്യുന്നത് ഇപ്പോ? ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുവാണ് ക്ഷേമനിധി ഓഫീസില്. ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം ചേച്ചി. അപ്പൊ താങ്കൾ? ഞാൻ അനൂപ് മറ്റക്കര. അനൂപ് മറ്റക്കര. മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റ് ആയിരുന്നു. എവിടെയോ കണ്ടിട്ടുണ്ട് താങ്കളുടെ മുഖം. 100 ഉത്സവം കോമഡി അതില് താങ്കളുടെ അതാണ് എനിക്ക് നല്ല പരിചയം താങ്കളുടെ മുഖം. അപ്പൊ താങ്കളുടെ മിമിക്രി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അനൂപ് മറ്റക്കര, സമാധാനമായിട്ടിരിക്കുക, ഇദ്ദേഹത്തിനെ സഹായിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് വരാം. ദേവിക, അപ്പൊ വലിയൊരു താരനിരയായിട്ടാ വന്നിരിക്കുന്നത്. അതെ. അത് നന്നായി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം, നേരിട്ട് 1 കോടിക്ക് കളിക്കുന്നോ 10 ചോദ്യങ്ങളിലൂടെ, അതോ 20 ചോദ്യങ്ങളിലൂടെ പതുക്കെ രാമപുരം പാല വഴി കോട്ടയത്തേക്ക് പോകുന്നു? രാമപുരം പാല വഴി കോട്ടയത്തേക്ക് പോകാൻ. അപ്പോ പതുക്കെ പോയാ മതി അല്ലേ? ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇപ്പൊ ഇല്ല. വന്ന സമയത്ത് കുറച്ചുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഓക്കെ ആയല്ലോ. അപ്പൊ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ, എങ്ങനെ അടിക്കുന്നു? മാത്രല്ല ഹൃദയം അവിടെ തന്നെ ഇരിപ്പുണ്ടോന്ന് അറിയണ്ടേ? കുട്ടേട്ടാ, ഹാർട്ട് ബീറ്റ്. ഇല്ല. കടയിൽ സാധനം വാങ്ങി ആള് വന്നാൽ പോലും ഇത്രയും ബീറ്റ് ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോ കുട്ടേട്ടനെ പരിചയപ്പെട്ടല്ലോ. കുട്ടേട്ടന് പക്ഷേ ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തത് കുട്ടേട്ടന് വളരെ ഇഷ്ടപ്പെട്ടു. സാറിനേക്കാളും ഒരു പൊടി ഇഷ്ടം. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ എല്ലാവരും അങ്ങനെ ഫ്ലൈയിങ് കിസ് തരാൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നാ കുട്ടേട്ട ആലോചിക്കുന്നത്. കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുട്ടേട്ട ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പൊ എല്ലാം കൂടെ ഒരു 8-10 കിട്ടിയിട്ടുണ്ട്. 13 എക്സാക്ട് കണക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഓർത്തു വെച്ചില്ല, കുട്ടേട്ട അത് ഓർത്തു വെച്ചു.
അപ്പൊ താങ്ക് യു കുട്ടേട്ടാ, അതെല്ലാം കീപ്പ് ചെയ്തോളൂ. അവസാനം നമുക്ക് എണ്ണി എടുക്കാം എത്ര എണ്ണം ബോസ്, ഉണ്ട്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. പറയൂ. ഈ പെൺകുട്ടികൾ വരുമ്പോ ആ. എനിക്ക് ഈ ഡ്രസ് ഇല്ലാതെ നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. എനിക്കൊരു നിക്കറെങ്കിലും വാങ്ങിത്തരുമോ? അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം കുട്ടേട്ടാ, അല്ലേ? ഒരു 3/4 എന്തെങ്കിലും വാങ്ങിച്ചു തരാൻ പറ്റുമോ നോക്കാം. ഓക്കെ, താങ്ക് യു. കുട്ടേട്ടൻ അതാണ് ഏറ്റവും വലിയ വിഷമം. ഓക്കെ, കുട്ടേട്ടൻ ഇങ്ങനെ നിൽക്കുന്നതല്ലേ ഭംഗി? അല്ല, കുട്ടേട്ടൻ ഒരു ഉടുപ്പൊടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഉടുപ്പല്ലേ വേണ്ടത്. അപ്പൊ 10,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. രൂപയുടെ ആദ്യത്തെ ചോദ്യം. ജഗതി ശ്രീകുമാർ കുമ്പിടിയായ സിനിമ ഏതാണ്? ഓപ്ഷൻ എ ചിത്രം, ഓപ്ഷൻ ബി നന്ദനം, ഓപ്ഷൻ സി വന്ദനം, ഓപ്ഷൻ ഡി കിലുക്കം, ഓപ്ഷൻ ഇ കാബുളിവാല. സിനിമയൊക്കെ കാണൂ? കാണും. ഇവിടെയാ തിയേറ്ററിൽ പോയി കാണൂ അതോ പണ്ട് ഇപ്പോഴല്ല പണ്ട് തിയേറ്ററിൽ പോവുമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു 90 തൊട്ട് ഒരു 2000 വരെയുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടം. അതിനുശേഷമുള്ളത് എന്താന്നറിയില്ല, ഇഷ്ടമല്ല. ഇഷ്ടമാണ്, എന്നാലും അപൂർവം ചില സിനിമകൾ മാത്രം. ബാക്കിയുള്ള കാലഘട്ടത്തിലെ സിനിമയ്ക്കൊക്കെ ഒരു ഭയങ്കര ഗുമ്മാണ്. ആ ഗുമ്മ ഈ ഇപ്പോഴത്തെ സിനിമയ്ക്കില്ലെന്നാണ് ദേവിക പറയുന്നത്, അല്ലേ? അപ്പൊ ഇതില് കുമ്പിടി ഏത് സിനിമയിലെ ക്യാരക്ടറാണ് കുമ്പിടി? ഓപ്ഷൻ ബി നന്ദനം. ഉറപ്പാണോ? ഉറപ്പാണ്. കുമ്പിടിയെ കൊണ്ട് മറിയോ? കുമ്പിടി കൊണ്ട് മറിയും. മറിയോ? അപ്പൊ ആഞ്ഞൊന്ന് പിടിച്ചോളൂ കുമ്പിടിയെ. ഓപ്ഷൻ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10,000 രൂപയുടെ ചോദ്യമാണ്. നന്ദനം എന്ന സിനിമയിലെയാണ് ജഗദീഷ് കുമാർ അവതരിപ്പിച്ച കുമ്പിടി എന്ന ക്യാരക്ടർ എന്ന് പറയുന്ന ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. താങ്കളുടെ വിവാഹ ജീവിതം വളരെ ദുരന്തമായിരുന്നു. ആരെയാണ് കല്യാണം കഴിച്ചത്? രാജ്കുമാർ എന്നാണ് പേര്. ആള് പരിചയപ്പെട്ടത്? അത് ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമുണ്ട്, പുലിയന്നൂര് മഹാദേവ ക്ഷേത്രം. അവിടെ എല്ലാ കൊല്ലവും ഉത്സവത്തിന് ഞാനും എന്റെ അച്ഛനും കൂടി കടയിടും. അപ്പൊ ആ കടയിൽ വന്ന് കണ്ട് പരിചയപ്പെട്ടതാണ് ആളെ. പരിചയം പ്രണയമായി കടയിൽ വരാറുണ്ടായിരുന്നു? ഇല്ല, ആദ്യമേ കടയിൽ വന്നു. അദ്ദേഹത്തിന്റെ കൂട്ടുകാർ ഒരു ദിവസം, ഞാൻ എല്ലാ ദിവസവും കടയിൽ പോയി പകലേ ഇരിക്കുള്ളൂ, രാത്രിയിൽ നൈറ്റ് അച്ഛനാണ് കടയിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പകല് വന്ന് ഞാനിങ്ങനെ കടയിലിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അച്ഛനോട് ചോദിച്ചു, ഇതാരാണ് കടയിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു മോളാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഈ മോളെ കെട്ടിച്ചു കൊടുക്കുവോ, ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, റോഡിൽ നിന്ന് കല്യാണം ആലോചിക്കണ്ട, വീട്ടിൽ വന്ന് ആലോചിക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനത് തമാശയായിട്ട് അപ്പൊ തന്നെ അങ്ങോട്ട് മറന്നു കളഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം പുള്ളി കടയിൽ വന്നു ഈ പകല്. അപ്പൊ എന്നോട് ചോദിച്ചു, പേര് ഒക്കെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് സത്യം പറഞ്ഞ ഞങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കം ഒരു 2,000 രൂപയിലാണ്. അപ്പൊ പുള്ളി എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എനിക്കൊരു 2,000 രൂപ വായ്പ തരുമോന്ന് ചോദിച്ചു. ഈ ഫസ്റ്റ് ഡേ തന്നെ ചോദിച്ചു. അപ്പോഴേ അപകടം തുടങ്ങി. അപ്പൊ പൈസ കൊടുത്തു. പുള്ളിക്ക് എന്തോ ആശുപത്രി കേസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉത്സവം ആദ്യമായിട്ടാണോ ഇങ്ങനെ പൈസ കൊടുക്കുന്നത്? അല്ല, ഒരാൾക്ക് അസുഖമാണ് എന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ പ്രണയത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് ഈ 2,000 രൂപയുടെ കറൻസിയാണ്. അത് കൊടുത്തു. 9ാമത്തെ ദിവസം എനിക്ക് ഉത്സവത്തിന് തിരിച്ചു തരാന്ന് പറഞ്ഞു. 9 ദിവസത്തെ ഉത്സവം തീർന്ന സമയത്ത് ഞാൻ ആ പൈസ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് അത് ഉണ്ടായില്ല കയ്യില്. അപ്പൊ എന്നോട് പറഞ്ഞു, ഫോൺ നമ്പർ തരാം, പൈസ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വിളിച്ചോളാം, അപ്പൊ ദേവികക്ക് തരാന്ന് പറഞ്ഞു. പിന്നെ ഏത് നാട്ടുകാരനാണ് അദ്ദേഹം? അദ്ദേഹം നേപ്പാൾ സ്വദേശിയാണ്. നേപ്പാൾ സ്വദേശിയാന്ന് മനസ്സിലായില്ല. ഏത് ഭാഷ സംസാരിച്ചത്? മലയാളം തന്നെയാണ്. നല്ല മലയാളിയാന്ന് തോന്നിയോ? നല്ല മലയാളിയായിട്ട് തോന്നും. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു നേപ്പാളുകാരനാണെന്നുള്ളത്. സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഈ കുന്നത്തുനാട് എങ്ങാണ്ട് സ്ഥലക്കാരനാണെന്ന് വിചാരിച്ച് അങ്ങ് പ്രണയിച്ചു. എന്നിട്ട് നേപ്പാളിയാന്ന് മനസ്സിലായത്? വിവാഹം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ മനസ്സിലായുള്ളൂ. ഞാൻ എന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കാനും പോയില്ല, അതാണ് സത്യം. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണ്. വീട് ഈ പുലിയന്നൂര് അമ്പലത്തിന്റെ തന്നെയാണ് അവര് താമസിക്കുന്നത്. ഞങ്ങള് വീട്ടിൽ ആളൊക്കെ ഉണ്ട് അല്ലേ? അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത്, അമ്മയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ മനസ്സിലായോ ഇവര് ഇന്ത്യക്കാരല്ല എന്നുള്ളത്?
അവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മയും മോനും തമ്മിൽ എന്തോ ഒരു ഭാഷ സംസാരിച്ചു. എനിക്കറിയത്തില്ലായിരുന്നു ആ ഭാഷ എന്നാന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ ഹിന്ദി കലർന്ന എന്തോ ഒരു ഭാഷ. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്ത് ഭാഷയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇതാണ് നേപ്പാള് എന്ന് പറഞ്ഞു. നേപ്പാള് ഭാഷയെന്ന്, നേപ്പാളീസ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഞാൻ ഞെട്ടിയത് അപ്പോഴാണ്. എനിക്ക് അറിയുന്നത് നേപ്പാളിലേക്കുള്ള യാത്രയാ തുടങ്ങിയിരിക്കുന്നത്. അതെ. പുള്ളി ജനിച്ചു വളർന്നത് ഇവിടെയാണോ? ജനിച്ചു വളർന്നത് ഇവിടെയാണ്. അതുകൊണ്ട് മലയാളമൊക്കെ നല്ല ക്ലിയർ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ എനിക്ക് ഒരു അബദ്ധം കൂടി പറ്റിയത്, അത് ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരുടെ വീട്ടിൽ വാടക പിരിക്കാൻ ആള് വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹം താമസിക്കുന്നത് വാടക വീട്ടിലാണെന്നുള്ളത്. ഈ 2 കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ചെന്നുപെട്ടത് നമ്മളൊരു സ്ഥലത്തായതുകൊണ്ട് തിരിഞ്ഞു കയറി പോകാൻ പറ്റില്ല ഇന്നത്തെ സമൂഹത്തിൽ. അച്ഛൻ ഇത് അന്വേഷിച്ചൊന്നുമില്ലേ? അപ്പൊ താങ്കളെ കെട്ടിച്ചയക്കാൻ പോകുന്ന ഏത് നാട്ടുകാരനാണെന്ന്? ഇല്ല, അച്ഛന് ഒരു അപ്പോഴത്തേനും പ്രണയം സ്ട്രോങ് ആയോ? പ്രണയം ഭയങ്കരമായിട്ട് അങ്ങ് കൊടുമ്പിരി കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ തോന്നിയില്ല. ഇല്ല, ആ ഒരു സമയത്ത് എനിക്ക് അയാളെ തന്നെ മതി എന്നങ്ങോട്ട് ഉറപ്പിച്ച് നിന്ന് ഒറ്റക്കാലം. പിന്നെ എപ്പോഴെങ്കിലും 2000 രൂപ തിരിച്ചു തന്നോ പുള്ളി? അത് ഒരു 500 രൂപ തിരിച്ചു തന്നു. ബാക്കി 1500 പോയി. പോയി. എനിക്ക് തോന്നുന്നു ആ പൈസ തരാതിരിക്കാൻ വേണ്ടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാണോ അദ്ദേഹം? അതറിഞ്ഞൂടാ. എന്തായാലും അതങ്ങനെ പോയി. അതങ്ങനെ പോയി. എത്ര കാലം നിന്നു ദാമ്പത്യം? 1 വർഷത്തെ ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അദ്ദേഹം ബെന്നിൽ നിന്ന് മാറിപ്പോയിട്ട് 1 വർഷം ആവും. 1 വർഷമായി. ഇപ്പൊ അദ്ദേഹം എവിടെയുണ്ട്? ഇപ്പോഴും നാട്ടിൽ തന്നെ. എന്റെ വീടിന്റെ അവിടെ നിന്ന് 2.5 കിലോമീറ്റർ അടുത്ത പുലിന്നൂര് തന്നെ അവര് താമസിക്കുന്നുണ്ട്. ഡിവോഴ്സ് ആയോ? ഡിവോഴ്സ് ആയില്ല, കേസ് കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചായിട്ട് അറിയാമോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. താങ്കളും വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല? ഇല്ല. ഇനിയിപ്പോ കല്യാണത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയാ? 1 കോടി അടിച്ചാ കെട്ടുവോ? ഇല്ല. കെട്ടത്തില്ല. ഇല്ല. ആ കോടി കൊണ്ട് എന്ത് ചെയ്യും? കോടി കൊണ്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട് സാർ. ഒരുപാട് ആവശ്യമുണ്ട്. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്. 3ാമത്തെ സ്റ്റേജ് ആണ് ഇപ്പൊ. അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം ആവുന്നു. അമ്മയ്ക്ക് അസുഖം തുടങ്ങിയിട്ട് 6 മാസം ആയതുള്ളൂ. പിന്നെ ഇവർക്ക് 2 പേർക്കും ഒരു മരണഭയം ഉണ്ട്. ഞങ്ങള് 3 പെൺകുട്ടികളാണ്. അപ്പോ 2ാമത്തെ ഒരു സിസ്റ്ററിനെ മാത്രമേ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടുള്ളൂ. ഇനി ഒരാളോട് വിവാഹം കഴിക്കാനുണ്ട്. അപ്പൊ അവരുടെ ഏറ്റവും വലിയ, അമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനീതിനെ എങ്ങനെയെല്ലാം സേഫ് ആയിട്ട് കല്യാണം കഴിപ്പിച്ചു. 1 കോടി അടിച്ചാ കല്യാണം കഴിപ്പിക്കും. പിന്നെ ഞങ്ങൾക്ക് വീട് എന്ന് പറയുന്നത് ഈ കോളനിയിലെ വീട്ടിലാണോ? അല്ല, ഞങ്ങൾക്ക് വീട് എന്ന് പറഞ്ഞാൽ കോളനി വീടാണ്. പക്ഷെ അതിന്റെ ഒന്നും പണി അധികം പൂർത്തിയാക്കിയിട്ടില്ല. അതിന് ഞാൻ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ആ വീടും ഒരു 2 മുറിയിൽ എത്തി നിൽക്കുന്നത്. കടയിൽ നിന്ന് ഏകദേശം ജീവിക്കാനുള്ള വരുമാനം കിട്ടും? ഒരു ദിവസം 150 രൂപ കിട്ടും. വരുമാനം കിട്ടും. ലാഭമാണോ പറയുന്നത്? ആകെ 150 രൂപ കിട്ടും. അതിൽ നിന്ന് നമുക്ക് കടയിലേക്ക് തന്നെ നമ്മളത് മുടക്കണം. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് ഈ ഒരു വരുമാനത്തിലാണ് കഴിഞ്ഞു പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ 1 കോടി കിട്ടുവാണെങ്കിൽ ഒരുപാട് ആവശ്യം കിടക്കുകയാണ്. ഒത്തിരി. നമുക്കൊരു കാര്യം ചെയ്യാം, സമയം കളയണ്ട. നമുക്ക് അടുത്ത 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. മോണിറ്റർ, പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഏത് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി പഞ്ചാബ്, ഓപ്ഷൻ ഇ കർണാടക. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു? പ്രശ്നമായോ? പിടിവള്ളി വേണേ എടുക്കാം. 2 പിടിവള്ളി കുട്ടേട്ടന്റെ ഉണ്ട്, 1 പിടിവള്ളി നമ്മുടെ കൂടെ വന്ന മ്യൂക്രി കലാകാരന്മാരുടേതായിട്ടുണ്ട്. കുട്ടേട്ടനോട് ചോദിക്കാം, വെറുതെ കളയാൻ തയ്യാറല്ല. അല്ല, കുട്ടേട്ടനോട് ചോദിക്കാം. ചോദിച്ചോളൂ. കുട്ടേട്ട, ആൻസർ. ദേവിക, 2 ഓപ്ഷൻസ് ഞാൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ഗോവ, ബി ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗുജറാത്ത്. കൂട്ടാമോ? കൂട്ടാം സാർ. അപ്പൊ ഗുജറാത്ത് എന്നാണ്, ഓപ്ഷൻ ബി എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ സാർ. ഉറപ്പായോ? ഉറപ്പാണ് സാർ. കൂട്ടി. കുട്ടേട്ടൻ പറഞ്ഞല്ലേ, തെറ്റത്തില്ല. കുട്ടേട്ടൻ 2 പറഞ്ഞ 2 ഉത്തരവാ പറഞ്ഞേ. എന്നാലും കുട്ടേട്ടൻ ചതിക്കുകയല്ലെന്നുള്ളൊരു വിശ്വാസം. അത് ഒരുപാട് പെൺകുട്ടികളെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ? ഞാൻ അങ്ങനെ ചതിക്കില്ല ആരെയും. വളരെ ഇമോഷണൽ ആവും. പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞ വികാരപരിതനാ.
ആദ്യം വികാരത്തിന്റെ ഗ്രന്ഥിയൊക്കെ നമ്മൾ കടുപ്പിക്കാതിരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് വല്ല ഒപ്പിച്ചോന്ന് അറിയില്ല. അപ്പൊ ഓപ്ഷൻ ബി ഗുജറാത്ത്, താങ്കൾ പറഞ്ഞ ഉത്തരം 20,000 രൂപയുടെ ചോദ്യമാണ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ ഇനി നേപ്പാൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കളുടെ വിവാഹ ജീവിതം വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. ഡിവോഴ്സിനപ്പുറം വലിയ പീഡനം ഒക്കെ ഉണ്ടായി അല്ലേ എന്നൊക്കെയാണ്. എന്തിനായിരുന്നു നിങ്ങൾ തമ്മിൽ അങ്ങനെ പഴക്കമുണ്ടാകും നിരന്തരം? അദ്ദേഹം പീഡിപ്പിക്കുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം? മദ്യപാനമായിരുന്നു. മദ്യപാനമുണ്ട്. നല്ലതായിട്ട് മദ്യം കഴിക്കുന്ന ആളാണ്. ഫുൾ ടൈം. കല്യാണത്തിന് മുമ്പ് അത് അറിയാമായിരുന്നു? കഴിക്കുമെന്ന് അറിയായിരുന്നു, പക്ഷേ മദ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അറിഞ്ഞു. പിന്നീടാ മനസ്സിലായത്. അപ്പൊ ഈ 2,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ഏതെങ്കിലും കള്ളുഷാപ്പിൽ കൊടുക്കാനായിരിക്കും? അന്ന് ഉത്സവത്തിന്റെ സമയത്ത് അവരുടെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഉത്സവത്തിന്റെ ആ 9 ദിവസത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ആറാട്ട് തന്നെയാണ്. 9 ദിവസം അടിച്ചു പൂക്കുറ്റിയാവാൻ വേണ്ടിയായിരിക്കും 2,000 രൂപ ഉപയോഗിച്ചത് അല്ലേ? അതെ, മിക്കവാറും അതായിരിക്കും. താങ്കൾ ആശുപത്രിയാണെന്ന് വിചാരിച്ചു കൊടുത്ത പൈസയാ. അതും ഒരു കള്ളാശുപത്രിയാണെന്നുള്ളേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ മർദ്ദനം തുടങ്ങിയത് കല്യാണത്തിന് എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലാണ്? 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്ത് പറഞ്ഞിട്ടായിരുന്നു മർദ്ദനം തുടങ്ങിയത്? ഈ കള്ളു കുടിച്ചിട്ട് വന്നാൽ മർദ്ദിക്കും, അങ്ങനെയാണോ? കള്ളു കുടിച്ചിട്ട് വന്നാല് കള്ളു കുടിക്കാൻ അദ്ദേഹത്തെ വിട്ടില്ലെങ്കിലാണ് പ്രശ്നം. കള്ളു കുടിച്ച് അദ്ദേഹത്തിന് അത് മദ്യം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ അദ്ദേഹം വല്ലാതെ വയലന്റ് ആവും. കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജീവിത ശൈലി അങ്ങനെ തന്നെയായിരുന്നു. ഞാനിതൊക്കെ മനസ്സിലാക്കി വന്നപ്പോഴത്തേനും ആണ് മനസ്സിലായത് അദ്ദേഹത്തിന് ഇതില്ലാതെ പറ്റത്തില്ല. പിന്നെ അവരൊരു കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. മരുന്ന് വാങ്ങി കൊടുത്തായിരുന്നു. അദ്ദേഹം അതിന്റെ അകത്ത് വോഡ്കയ്ക്കകത്ത് മരുന്ന് ഒഴിച്ചിട്ട് അദ്ദേഹം കുടിച്ചു. അപ്പോ അത് എങ്ങനെ അതില് കഴിച്ചപ്പോ അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ കുടിക്കാതിരിക്കാനുള്ള മരുന്ന് മദ്യത്തിനകത്ത് കലർത്തി അദ്ദേഹം അറിയാതെ ഞാൻ കൊടുത്ത. അത് കൊടുത്തു. മരുന്നാന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ വോഡ്കയ്ക്കകത്ത് അങ്ങനെ കഴിച്ചു. മദ്യപിക്കാൻ നന്നായി പൈസ ജോലിക്ക് പോകുമായിരുന്നു അയാള്? ജോലിക്ക് പോവും, പക്ഷെ എന്നോട് പറഞ്ഞിരുന്ന ഒരു പണിക്കൂലിയൊന്നും അല്ല അദ്ദേഹം. എന്നോട് പറഞ്ഞിരുന്നത് ഒരു 2 വർഷം മുമ്പ് 600 രൂപയാണ് പെയിന്റിങ്ങിന്റെ ജോലിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഒരു ഇടയും കൊണ്ടാണ് ഞാൻ അറിഞ്ഞ അദ്ദേഹത്തിന്റെ മുതലാളിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് 700, 750 രൂപ, 800 രൂപ അടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മള് ഇങ്ങനെ ചോദിക്കാൻ പോവില്ലായിരുന്നു എന്താണ് പൈസ കിട്ടിയത് എത്രയാണെന്നൊക്കെ. എങ്ങനെയായിരുന്നു ദേവിയുടെ ഒരു സ്വഭാവം? എങ്ങനെയായിരുന്നു പൊതുവെ? അയാൾ മദ്യപിച്ചിട്ട് വന്നാൽ സംസാരിക്കാതെ മാറിയിരിക്കുക, അതോ കയർക്കുമായിരുന്നു? ചോദ്യം ചോദിക്കുമായിരുന്നു. ചോദിക്കുമ്പോ എന്താ അയാൾ ചെയ്യുന്നത്? മർദ്ദനം തുടങ്ങുമോ? അന്നേരം മർദ്ദിക്കില്ല. ആരോഗ്യവാനാണോ ആള്? നമ്മള് സാധാരണ മലയാളികളെ പോലെ ഒന്നല്ല അദ്ദേഹം ഇരിക്കുന്നത്. ഇടിയൊക്കെ സ്ട്രോങ് ആണോ? അയ്യോ, ഒരടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽ പറഞ്ഞു പോകും. അങ്ങനെയാണോ? അത്രയും അല്ല. ഇയാളെ നേരിടാൻ വഴിയൊന്നും ഇല്ലായിരുന്നു? നേരിടാന്ന് പറഞ്ഞാ ആൾക്ക് പക്ഷെ ഈ മദ്യം സ്നേഹമുണ്ട് ഉള്ളില്, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നത് ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു തരം മൃഗീയമായിട്ട് പെരുമാറും. മൃഗീയമായിട്ട് പെരുമാറും. മദ്യം കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് അത്യാവശ്യം കഴിക്കുകയാണെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിച്ചോളാൻ പറയും. അത് അദ്ദേഹത്തിന് സമ്മതമല്ല. അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവർക്കൊരു പ്രത്യേക പ്ലേസ് ഒക്കെ ഉണ്ട് അവിടെ. ആ ഒരു ഗാങ് കൂടി ഇരിക്കും. അവിടെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ അവിടെയാ കിടക്കുന്നതെന്നാ പറയുന്നത്. അവിടെ പോയി ഇരുന്നാലേ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറയും കൂട്ടുകുടിക്കൊക്കെ പൊക്കോ, പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ വീട്ടിൽ വന്നിരുന്ന വെച്ചാ അതൊന്നും പറ്റൂല. ഈ ബന്ധം വേണ്ട എന്നാരാ തീരുമാനിച്ചത്? അദ്ദേഹമാണ് തീരുമാനിച്ചത്. അപ്പൊ നന്നായിന്നാണോ ദേവിക്ക് തോന്നുന്നത്? അദ്ദേഹത്തിന്റെ പുറകെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. എനിക്ക് അദ്ദേഹത്തെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നെ ഉപേക്ഷിച്ച് അദ്ദേഹം അച്ഛൻ അങ്ങനെ ഒരു എല്ലാ ദിവസം വന്ന് മദ്യപിച്ചിട്ട് വന്ന് ബഹളം വെച്ചപ്പോ അച്ഛൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കൊച്ചു നടയുണ്ട്, അപ്പൊ അവിടെ ഇരിക്കും, പോവാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് ദേഷ്യം വന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നെങ്കിൽ മോനെ നീ അകത്തോട്ട് കയറി പോയില്ലേ, നീ പുറത്തോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പുറത്തോട്ട് ഇറങ്ങിപ്പോയി. പിന്നീട് ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ പോയി. പകുതി സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോ തന്നെ ചെല്ലുമ്പോ അദ്ദേഹം പറഞ്ഞ സ്പോട്ടിൽ ഞാൻ ചെല്ലുമ്പോ അദ്ദേഹം അവിടെ ഉണ്ടാവില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. പിന്നെ അടുത്ത് 10 മിനിറ്റ് കഴിയുമ്പോൾ ഫോൺ ചെയ്തിട്ട് പറയും ഞാൻ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറയും. അങ്ങനെ ആ രാത്രി ഫുള്ള് 2 മണി വരെ ഞാൻ രാത്രിയിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് നടന്നു. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ പറഞ്ഞ ഭയങ്കര റബ്ബർ തോട്ടമാണ്.
ആ രാത്രിയില് ഒരു പെൺകുട്ടി അദ്ദേഹത്തെ അന്വേഷിച്ച് അതിലെ നടന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. ഇദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ റോഡ് മീതെ പോവാണ്. പോകുന്ന സമയത്ത് എന്റെ പിറകെ 2 പേര് കൂടിയിരുന്നു. അവരെന്നോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹസ്ബൻഡിനെ കാണണം, കണ്ടുപിടിക്കണം എന്നുള്ളൊരു ത്വരയുള്ളുണ്ട്. അന്ന് ആ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് സാർ ഒരു കമ്പായിരുന്നു. അപ്പൊ ഞാൻ പുറകെ വന്ന ആൾക്കാരോട് പറഞ്ഞു, എന്റെ ദേഹത്തെങ്ങാനും തൊട്ടിട്ട് നിന്നെയൊക്കെ ഞാൻ തല്ലൂന്ന് പറഞ്ഞു. സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇല്ല, ഞാൻ എന്നിട്ട് ഒരു വീടിന്റെ സൈഡിലോട്ട് മാറി നല്ല വെട്ടമുള്ള സ്ഥലത്ത് വന്നപ്പോ അവിടെ നിന്നു. അപ്പൊ ഇവരെന്നെ ഓവർകം ചെയ്തിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ വേറെ വഴിക്ക്. രാത്രി 2 മണി വരെ അന്വേഷിച്ചു, കണ്ടില്ല. അവിടെ നിൽക്കട്ടെ, നമുക്കിനി അടുത്ത 30,000 രൂപയുടെ ചോദ്യം. ആ ഇരട്ടത്ത് അവിടെ നിൽക്കട്ടെ. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ഏത് അറേബ്യൻ രാജ്യത്തിന്റെ ഭാഗമാണ് ഷാർജ? ഓപ്ഷൻ എ UAE, ഓപ്ഷൻ ബി ബഹ്റൈൻ, ഓപ്ഷൻ സി കുവൈറ്റ്, ഓപ്ഷൻ ഡി ഒമാൻ, ഓപ്ഷൻ ഇ ഇറാൻ. ഷാർജ ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഇറാൻ. 30,000 രൂപയുടെ ചോദ്യമാണ്. പിടിവള്ളി വേണോ? ഓപ്ഷൻ എടുക്കാം സർ. പിടിവള്ളി എവിടെ പിടിവള്ളിയാണോ എടുക്കുന്നത്? അല്ലേ, അവരെ തന്നെ. ആ സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്തായാലും രക്ഷപ്പെട്ട്. അപ്പൊ നിങ്ങൾ 3 പേരോടൊന്ന് കൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെയൊക്കെ പോയിട്ടുണ്ടോ നിങ്ങള്? പിന്നെ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഇറാൻ. ഏതാ പറയാൻ പോകുന്നത്? കുവൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും കുട്ടേട്ടന്റെ കാര്യം കൂടെ വേണേ എടുക്കാം. ഓപ്ഷൻ ഡി ഒമാൻ. കൂട്ടോ ഞാൻ? കൂട്ടിക്കോ സാർ. അപ്പൊ പൂട്ടി. താങ്കളുടെ ജീവിതത്തിലെ ഇപ്പൊ ഈ താങ്കളുടെ ഒരുപാട് അനുഭവിച്ച ഒരാളാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ യഥാർത്ഥത്തിൽ പല വീടുകളിലും ഇതൊക്കെ നടക്കുന്നു. പ്രത്യേകിച്ച് മദ്യം കഴിച്ചു വരുന്ന ഭർത്താക്കന്മാരുടെ മർദ്ദനം വളരെ കൂടുതലാണ്. ആ പെൺകുട്ടിയോട് താങ്കൾ എന്ത് പറയും? കാര്യം താങ്കൾ ഒരുപാട് കാലം ഇത് പുറത്ത് പറയാതിരുന്നു അല്ലേ? ഒരുപാട് സഹിച്ചു. ഈ നേപ്പാളി ആക്രമണം അല്ലേ, ഒരു വൈദേശിക ആക്രമണമായിട്ട് പോലും താങ്കൾ ഇത് സഹിച്ചു. എന്താ അവരോട് പറയാ? ജീവിതത്തില് എന്തു പ്രശ്നം ഉണ്ടായാലും ഒളിച്ചോടരുത്, പൊരുതി തന്നെ നിൽക്കണം. നമുക്കൊരു സ്വപ്നമുണ്ട്. നമ്മൾ ആ സ്വപ്നം വേണ്ടാന്ന് വെക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സന്തോഷം കാണാനാണ്. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ഇപ്പൊ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. ആ സമയം നമുക്കൊരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിന്റെ പിറകെ നമ്മൾ പോണം. താങ്കളുടെ സ്വപ്നം എന്താണ്? എനിക്ക് ഇപ്പൊ ഒരു നല്ല കഥാകാരിയായിട്ട് പേരെടുക്കണമെന്ന് നല്ലൊരാഗ്രഹം. ചെറുപ്പം മുതലേ കഥ എഴുതുമായിരുന്നു. 2010 ONV സാറിൽ നിന്ന് നല്ല കഥാകാരിക്കുള്ള സമ്മാനം കോട്ടയം ജില്ലയില് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ദാമ്പത്യത്തിൽ അനുഭവിച്ച പീഡനങ്ങളൊക്കെ ഈ കഥയിൽ പ്രമേയമാക്കിയിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. പക്ഷെ താങ്കളുടെ കഥയെഴുത്തിനോട് ഈ നേപ്പാളിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല, അദ്ദേഹത്തിന് വെള്ളം കിട്ടിയാൽ മതി. ഈ മദ്യമില്ലാതെ നടക്കുന്ന സമയത്തും അതേ അക്രമകാരിയായിരുന്നു? ഇല്ല. ഞാൻ ചോദിക്കുന്ന ദേവിക, ഇപ്പൊ എപ്പോഴെങ്കിലും അയാൾക്കൊരു മനസ്താപം വന്നു, അയാൾ കുമ്പസാരിച്ച് ദേവിയെ തിരിച്ചു വിളിക്കുന്നു അയാളുടെ ജീവിതത്തിലേക്ക്, ദേവിയെ പോവൂ? അദ്ദേഹം വിളിച്ചാൽ പോവും. അപ്പൊ പിന്നെ ആ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു? അദ്ദേഹം എന്നെ അന്വേഷിച്ചു വന്നിരുന്നു ഈ ഒരു വർഷത്തിനിടയ്ക്ക്. വന്നു. ഒരു ദിവസം വന്ന് എന്നോട് പറഞ്ഞു, നീ വക്കീലിനെ വെച്ചിട്ടില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയ വേറെ ഓപ്ഷൻ ഇല്ല, വക്കീലിനെ വെച്ചേ പറ്റൂ, അതുകൊണ്ടാ ഞാൻ കൊടുത്തേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് പക്ഷെ എന്റെ കയ്യില് പൈസ ഇല്ലടി കേസ് നടത്താന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒന്നും ജീവിക്കാന്ന്. വക്കീലന്മാരുടെ ആഫീസ് കൂട്ടി പോകുന്ന പരിപാടിയാണ് കേട്ടോ ഈ വാദിയും പ്രതിയും. എങ്കിൽ പിന്നെ പൈസ വക്കീൽ ഫീസ് കൊടുക്കാൻ ഇല്ലെങ്കിൽ കയറി ഒന്നിക്കുന്നത്. എന്തെങ്കിലും എന്റെ സ്നേഹം, ഞാൻ കൊടുക്കുന്ന സ്നേഹം ആത്മാർത്ഥത ഉള്ളതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് അദ്ദേഹത്തിന്റെ സൗന്ദര്യമോ ആകാരവടിവോ ഒന്നും കണ്ടിട്ടല്ല. ഞാനൊന്ന് വീണു പോയാൽ എന്നെ ഒന്ന് നോക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അതാണ് ഞാൻ അദ്ദേഹത്തെ കണ്ട കാര്യം. പക്ഷെ അദ്ദേഹം നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിപ്പോയി. ഈ സംഭവം നടന്നില്ലെങ്കിൽ, ഡിവോഴ്സ് ഒക്കെ നടന്നു പോയാൽ
വേറൊരു കല്യാണത്തിന് താങ്കൾ തയ്യാറാവൂ? തയ്യാറല്ല. തയ്യാറല്ല? അല്ല. അതെന്താ, കല്യാണം കഴിക്കണ്ട എന്നുള്ളത് തീരുമാനിക്കുമോ? കല്യാണം കഴിക്കാതെ നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും സാറേ. പറ്റും. പറ്റും. ആ, ഉറപ്പാണ്. ഉറപ്പാണ്. അല്ലേ? ഓക്കെ, നമ്മൾ പൂട്ടിയ ഉത്തരത്തിലേക്ക് വരികയാണ്. ഏത് അറേബ്യൻ രാജ്യത്തിന്റെ ഭാഗമാണ് ഷാർജ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ ഒമാൻ എന്ന് പറഞ്ഞു. സുഹൃത്തുക്കൾ കുവൈറ്റ് എന്നും പറഞ്ഞു. ഇത് രണ്ടും ശരിയല്ല. ശരി ഉത്തരം UAE ആണ്. ഏഴ് എമിറേറ്റുകളിൽ ഒന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്. ഷാർജ അവിടെയാണ്. ഞാൻ വിചാരിച്ചു ഇത് താങ്കൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. പാലയിൽ നിന്നൊക്കെ കുറെ ആളുകൾ അവിടെ ഉണ്ട്. എനിക്കറിയില്ലായിരുന്നു. എന്റെ ഒരു അച്ഛന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരത്തി ഷാർജയിലായിരുന്നു. ഷാർജയിലാണോ? ഷാർജയിൽ ഒരു ഹോം മെയ്ഡ് ആയിട്ട് ജോലിക്ക് പോയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ പുള്ളിക്കാരത്തി വിളിക്കുമ്പോ ഒമാന്റെ കാര്യമൊക്കെ പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും. ഓക്കെ, അത് അടുത്തൊക്കെ ആണ്. പക്ഷേ ഇത് രണ്ടും രണ്ട് രാജ്യങ്ങളാ. അപ്പൊ നമ്മൾ 20,000 രൂപ എത്തിയെങ്കിലും അതിന്റെ 10-1 മാത്രമേ താങ്കൾക്ക് തൽക്കാലം തരാൻ നിർവാഹമുള്ളൂ. പക്ഷേ നമുക്ക് കാണാൻ പറ്റി. പക്ഷെ ഈ ഫ്ലോറിൽ വരാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമാണ് സാർ. എത്രയോ പേര് കൊതിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫ്ലോറിൽ ഒന്ന് വരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ. അപ്പൊ വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ചു താങ്കൾ കുറച്ചുകൂടി മത്സരം തുടരുമെന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ഈ മത്സരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പൊ ചെക്കൊക്കെ വേണ്ടേ? വേണം സാർ. സന്തോഷം. ഞാൻ ഈ 2000 രൂപയുടെ ചെക്ക് ഐശ്വര്യമായിട്ട് ഒപ്പിടുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് ഇന്ന് നമുക്ക് ചെക്കൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് പിരിയാം. അപ്പൊ മൈജി നൽകുന്ന 2000 രൂപയുടെ ചെക്ക് താങ്കൾ ഏറ്റുവാങ്ങുന്നു. ഇതാണ് താങ്കൾ പറഞ്ഞ കാര്യം. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ മിസ്സസ് ദേവിക ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. നമ്മൾ ഈ കിട്ടിയ പണമല്ല പ്രശ്നം, മത്സരിക്കാൻ പറ്റി എന്നതാണ്. ഈ വലിയ ആളുകൾ വന്ന് മത്സരിക്കുന്ന വേദിയല്ലേ. അവിടെ പാലയിലെ ഈ കച്ചവടക്കാരി, അതായത് അരി ഒഴിച്ചെല്ലാം കിട്ടുന്ന കടയുമായി നടക്കുന്ന ആള്, കച്ചവടക്കാരി യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു മത്സരിച്ചു. അപ്പൊ പാലയിലേക്കുള്ള വഴി ഇതാണ്. പലരുടെയും ജീവിതത്തിന്റെ നാൾ വഴികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അപ്രിയമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയെന്ന് വരും. ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല, ഒരുപാട് നേരമായില്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.